ഹേയ് മാധുരി, കൊറിയൻ പ്രീതമേ, നീ എന്താ ഇവിടെ? അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് പിന്നെ കണ്ടില്ലല്ലോ. ഞാൻ കുറെ വെയിറ്റ് ചെയ്തു, മടുത്തപ്പോ എങ്ങു പോന്നു. അത് നന്നായി. എനിക്ക് പോകാനുള്ള സമയമാകാറായപ്പോൾ തന്നെ നീ വന്നു. താനെന്താ ഈ മഴയെ നോക്കിയിരിക്കുന്നെ? ഇനിയൊരു മഴ കാണാനുള്ള ഭാഗ്യം കൂടിയേ ചിലപ്പോ ദൈവം എനിക്ക് തന്നിട്ടുള്ളെങ്കിലോ, ഇനിയൊരു ജന്മം ഉണ്ടായില്ലെങ്കിലോ? ഉം, ഉണ്ടായാലോ? ഇനി അങ്ങനെ ഒരു ജന്മമുണ്ടായാൽ ഈ മലയാളി പെണ്ണിനൊപ്പം മഴ നനയാൻ ഈ കൂട്ടുകാരനെ കൂടെ കൂട്ടാൻ പറ്റുമോ? ഇനിയൊരു ജന്മം ദാറ്റ്സ് ഇംപോസിബിൾ. There is always a probability, മാധുരി. Just believe in yourself. പോകും മുമ്പേ ഞാനൊരു വിസിറ്റ് പ്രതീക്ഷിക്കും. അറിയാലോ ഞാൻ എവിടെ കാണുമെന്ന്. അവിടെ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോ ബൈ. ലവ് യു കുക്കു. ഗുഡ് മോർണിംഗ് ഏട്ടാ. എനിക്ക് കിട്ടേണ്ട കോട്ട കിട്ടിയില്ല. എവിടെ എന്റെ മോർണിംഗ് കിസ്? സമയം എന്തായോ എന്തോ, എണീക്കട്ടെ. എന്തിന്? ഏട്ടന് പോകണ്ടേ ഇന്ന്? പോണില്ല. ഏ, അതെന്താ? ഇനി ഞാൻ ഒരാഴ്ചത്തേക്ക് ലീവാ. ശരിക്കും കുറച്ച് ബയോകെമിസ്ട്രി പഠിക്കാനുണ്ട്. എന്തോന്ന്? വാടി ഇങ്ങോട്ട്. കിച്ചേട്ടാ വീട് വീട് കിച്ചേട്ടാ. അടങ്ങി കിടക്കടി പെണ്ണെ. അയ്യോ എന്റെ തല. എന്തെടുക്കുക? ഞാനോ കുറച്ച് മീൻ പിടിക്കുക. എന്തേ കാണാൻ വേലേ മനുഷ്യ ഫുഡ് ഉണ്ടാക്കുന്നത്? ഓഹോ, എങ്കില് മോൾ എന്ത് ഫുഡ് ഒന്നും ഉണ്ടാക്കണ്ട. പോയി ഒന്ന് റെഡി ആയിട്ട് വാ. നമുക്കൊന്ന് കറങ്ങിയിട്ട് സിനിമയ്ക്കൊക്കെ പോയിട്ട് വരാം. ഞാൻ ഇതുവരെ നിന്നെ എവിടെയും കൊണ്ടുപോയിട്ടില്ലല്ലോ. ചെന്ന് റെഡി ആയിട്ട് വാ. നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ശരിക്കും പറഞ്ഞതാണോ? അതെ, ഇതുവരെ എനിക്ക് നിന്റെ ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ ഒന്നും അറിയില്ലായിരുന്നു. നീ എന്നൊരാള് എന്റെ ലൈഫിൽ വന്നതുപോലും വകവയ്ക്കാതെയാ ഞാൻ ജീവിച്ചത്. പക്ഷേ ഇനി അത് പറ്റില്ല. എനിക്ക് നിന്റെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും എല്ലാം അറിയണം. നിന്നെ എനിക്ക് എന്റേത് മാത്രമായി ഇനിയുള്ള കാലം അത്രയും വേണം. കിച്ചേട്ടാ, ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങൾ എന്റെ ഇഷ്ടങ്ങളൊന്ന് അറിയാൻ ശ്രമിച്ചിരുന്നെങ്കിലെന്ന്, എന്നെ ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിലെന്ന്. ആഗ്രഹിച്ചതൊക്കെ ഇപ്പൊ എനിക്ക് ദൈവം ഇരട്ടിയായിട്ട് തിരികെ തന്നുകൊണ്ടിരിക്കുക. സങ്കടമാണോ സന്തോഷമാണോ വരുന്നതെന്ന് പോലും എനിക്കറിയില്ല. ഏയ്, ഇനി ഈ കണ്ണ് നിറയാൻ പാടില്ല. കാരണം നീ എന്റെ പെണ്ണ, എന്റെ മാത്രം. സമയം വൈകുന്നു, ഞാൻ പോയി റെഡി ആവട്ടെ. ഇനിയിപ്പോ റെഡി ആവണോ? നമുക്ക് ചെറിയൊരു... ഈ മനുഷ്യനെ കൊണ്ട്, അതെ, നിങ്ങൾക്ക് ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ? ആഹാ, ഏട്ടനും ഏട്ടത്തിയും കോഴിക്കാലിനും പൂച്ചക്കാലിനും ഒക്കെ പരീക്ഷ എഴുതി റിസൾട്ട് നോക്കിയിരിക്കുക. എനിക്കും പരീക്ഷ എഴുതി 3-4 മൊയിലും പല്ലും കടുവക്കാലും ഒക്കെ കാണണം. 4? ഒന്ന് പോയ മനുഷ്യ, ഞാനൊന്ന് പ്രേമിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. കുറച്ചു നാൾ കഴിയട്ടെ. അങ്ങേതൊരു കടുവക്കാല് അടങ്ങിയിരുന്നോണം. നീ മനസ്സിൽ കുറിച്ചിട്ടോ മോളെ. ജൂനിയർ നിരൂപോ അല്ലെങ്കിൽ സ്മൃതിയോ വരും മുമ്പ് അവരുടെ ചെറിയച്ഛനായ ഞാൻ നിന്നെ കൊണ്ട് പച്ച മാങ്ങ തീറ്റിച്ചിരിക്കും. ഇല്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്ക് അല്ല, വേണ്ട. എന്നിട്ട് വേണം അത് എന്നെ തന്നെ കടിക്കാൻ. നിങ്ങൾ ഒരുങ്ങുന്നില്ലേ? ആ വരുവാ. ഡാ നരഞ്ച, ആടാ. നിന്നെ ഒന്ന് കാണണമെന്ന് ഓർത്തതേ ഉള്ളൂ. അപ്പതാ മുന്നിൽ നിൽക്കുന്നു. സുഖല്ലേ കുക്കു? ആ അതെ വിവേകേട്ടാ. നീ ഒറ്റയ്ക്കേ ഉള്ളോ? അല്ലടാ, നമ്മുടെ ACP സാറും ഉണ്ട്. അവിടെ പോപ്കോൺ വാങ്ങാൻ പോയേക്കുക. കുക്കു, നീ സീറ്റിൽ പോയിരുന്നോ, ഞാനിപ്പോ വരാം. ആ ശരി ഏട്ടാ. വിവേകേട്ടാ കാണാട്ടോ. ആ ശരി കുക്കു. നിച്ചു, നീങ്ങ വന്നേ. എന്താടാ? കാര്യമുണ്ട്. ഡാ മനു. ആടാ വരുന്നു. നീ ഇത് എവിടെ നിന്ന് ചാടിയടാ നരഞ്ച? ഞാൻ കുക്കുവിനെ കൊണ്ടുവന്നതാ. എന്തായാലും നന്നായി, നിന്നെ കാണാൻ ഇരിക്കുമായിരുന്നു ഞാൻ. എന്താടാ? നമ്മുടെ കഥയില് പുതിയൊരു ട്വിസ്റ്റ് വന്നിട്ടുണ്ട്. ട്വിസ്റ്റോ? മീനാക്ഷി, മനുവിന്റെ പെങ്ങൾ, അവളാണ് ഈ ട്വിസ്റ്റ് കൊണ്ടുവന്നത്. 2 ദിവസം മുന്നേ എന്നെ ഒന്ന് ഫോൺ ചെയ്ത് കാണണമെന്ന് പറഞ്ഞായിരുന്നു. അവളുടെ സംസാരത്തിൽ നിന്ന് കാര്യം എന്തോ വലിയ സീരിയസ് ആണെന്ന് തോന്നിയപ്പോൾ ഞാൻ മീറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് ഹായ്,
ഹലോ സർ. ആഹാ, ഇത് എപ്പോ മുതൽ തുടങ്ങി ഈ സാറ് വിളി? അത് പിന്നെ ഞാൻ അത് വിട്. എന്താടോ താൻ എന്നെ കാണണോന്ന് പറഞ്ഞത്? ഒരു കാര്യമുണ്ട് സർ. സാറല്ലേ ഇപ്പൊ മാധുരവർമ്മയുടെ കേസ് അന്വേഷിക്കുന്നത്? ആ അതെ, അതിനിപ്പോ എന്താ? അതെനിക്ക് ആ ചേച്ചിയെ കുറിച്ച്, ഈ കേസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ സാർ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ശരിക്കും എല്ലാ വശത്തു നിന്നും ആലോചിച്ചിട്ടേ ചെയ്യാവൂ. താൻ ഇത്രയും വാർണിംഗ് എനിക്ക് തരണമെങ്കിൽ കാര്യം കുറച്ച് ഗൗരവം തന്നെ ആണല്ലോ. എന്താടോ കാര്യം? അത് മാധുരേച്ചിയും എന്റെ ഏട്ടനും കുക്കും ഒക്കെ. നമുക്കറിയാവുന്ന നിന്റെ മധുവിന്റെയും മനുവിന്റെയൊക്കെ കോളേജ് കാലം അവൾ എനിക്ക് പറഞ്ഞു തന്നു. ഒപ്പം ആരും അറിയാതെ മാനവ് മേനോന്റെ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു പ്രണയത്തിന്റെ കഥയും. പ്രണയകഥയോ? അവന്റെ പ്രണയത്തിനൊരു അവകാശം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ അവനൊപ്പം ഇല്ല. ആരാ അത്? ഇറ്റ്സ് യുവർ വൈഫ് മിസ്സസ് കൃതിക നരഞ്ജൻ, നിന്റെ കുക്കു, അവന്റെ കൃതി. നീ കാനഡയ്ക്ക് പോയ ശേഷം കൃതിക മധുവിനൊപ്പം താമസം തുടങ്ങി. മനുവിനും അതറിയായിരുന്നു. പിന്നെ ഉണ്ടായത് അപ്പോ അവന്റെ ഇഷ്ടം കുക്കു ആയിരുന്നല്ലേ? എനിക്ക് ചെറിയൊരു സംശയം തോന്നിയായിരുന്നു അന്ന് അവൻ ഹോസ്പിറ്റലിൽ വെച്ച് കുക്കുവിനെ കൃതി എന്ന് വിളിച്ചപ്പോ. അന്ന് ഞാനും അത് നോട്ട് ചെയ്തായിരുന്നു. പിന്നെ വേറെന്താ മീനാക്ഷി പറഞ്ഞത്? ഇതിന്റെയൊക്കെ പിന്നിലുള്ള ഒരു കണ്ണെ അവള് നമുക്ക് ഇട്ടു തന്നിട്ടുണ്ട്. ആരെ? വിശ്വനാഥ മേനോൻ, നിന്റെ അമ്മാവൻ. വാട്ട്? യെസ് നരഞ്ജൻ, അന്ന് വിവേകിന്റെ ഫ്രണ്ട് രാജേഷ് പറഞ്ഞ കഥയിലെ കഥാപാത്രങ്ങളിൽ ഒരു വില്ലന്റെ പരിവേഷം നിന്റെ അമ്മാവന് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോ അത് പൂർത്തിയായിട്ടുണ്ട്. മീനാക്ഷി അയാളുടെ മുറിയിലേക്ക് ചെന്നപ്പോൾ ആരോടോ കൃതികയുടെയും മനുവിന്റെയും മാധുരിയുടെ ഒക്കെ കാര്യം പറയുന്നുണ്ടായിരുന്നു. മീനാക്ഷി പറഞ്ഞതിൽ വെച്ച് എനിക്ക് മനസ്സിലായത് കുക്കുവിനെ രക്ഷപ്പെടുത്തുന്നതിന്റെ ഇടയിലോ മറ്റോ ആണ് മാധുരി കൊല്ലപ്പെട്ടത്. മാത്രമല്ല അയാള് കെവിൻ എന്ന് പറയുന്ന ഒരാളോട് ആ പെണ്ണിനെ റെയിൽവേ ട്രാക്കിൽ കൊണ്ട് കിടത്തിയതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോ അയാളാണോ എന്റെ മധുവിനെയും കുക്കുവിനെയും? ഡാ, കൺട്രോൾ യുവർ സെൽഫ്. അയാളാണോ അയാൾക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. എന്താണ് നടന്നത് എന്നതിന്റെ പൂർണ്ണ രൂപം കൃതികയ്ക്കും മനുവിനും മാത്രമേ അറിയുകയുള്ളൂ. അവരിൽ ആരെങ്കിലും ഒരാൾ തുറന്നു പറയാതെ ഇനി ഈ കഥ മുന്നോട്ട് പോകില്ല. മനുവിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ ഹോപ്പില്ല. അവൻ പെങ്ങൾക്കും അമ്മയ്ക്കും ദോഷം വരുമെന്നോർത്ത് അച്ഛന്റെ പ്രവൃത്തികളൊന്നും പുറത്തു പറയുമെന്ന് തോന്നുന്നില്ല. പിന്നെ എന്താടാ ഇതിനൊരു സൊല്യൂഷൻ? അതിനല്ലേടാ അവന്മാര് പോയേക്കുന്നത്, ഋഷിയും ശബരിയും സൂരജും. അവര് കുക്കുവിനെ ചികിത്സിച്ച് ഡോക്ടറിനെ കണ്ടിട്ട് വരട്ടെ, എന്നിട്ട് നോക്കാം നമുക്ക് ബാക്കി. അതെ, ഇവൻ പറഞ്ഞത് ശരിയാ. അവന്മാര് കൂടി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എങ്കില് അങ്ങനെ ചെയ്യാടാ. ഹലോ കുക്കു. കിച്ചേട്ടാ, സിനിമ തുടങ്ങാറായി. ഇതെവിടെയാ? ഞാൻ ദാ വരുന്നു, ഇപ്പൊ വരാം. എടാ, ഞാനെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. ഞാൻ നിങ്ങളെ വിളിച്ചോളാം. ആ ശരിയടാ. നീ അവനോട് എല്ലാം പറഞ്ഞു. പക്ഷെ മീനാന്റെ കാര്യം എന്താടാ പോലീസുകാരെ പറയാഞ്ഞേ? എന്തോന്ന്? അതിനി ഞാൻ ഓർമ്മിപ്പിക്കണോ? ഒന്ന് പോയേടാ. ഞങ്ങൾക്ക് വേണ്ടിയ ഏട്ടൻ എത്രയും നാളും എല്ലാം അറിഞ്ഞിട്ടും ഇങ്ങനെ ഉരുകി എന്റെ ഏട്ടനൊരു പാവാ. പക്ഷെ അച്ഛൻ ഇനി ഏട്ടനെയും കുക്കുവിനെയും കൂടി അപകടപ്പെടുത്തുമോ എന്നുള്ള പേടികൊണ്ടാ ഞാനെല്ലാം സാറിനോട് പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് നരജനോട് സാർ അച്ഛനെ കുറിച്ച് പറഞ്ഞാല് അവർ അവെയർ ആയിട്ടിരിക്കുമല്ലോ. നിച്ചവനോട് ഞാനെല്ലാം പറഞ്ഞോളാം. പക്ഷെ തന്റെ ഏട്ടൻ ഈ കേസിൽ പുള്ളിയുടെ പങ്ക് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് അയാൾക്കെതിരെ എന്താ വരികയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സാർ അപ്പോ എന്റെ ഏട്ടനെ? ഏയ്, താൻ ടെൻഷൻ ആവണ്ട. തന്റെ ഏട്ടന്റെ ഭാഗം എന്താന്ന് അറിയട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം. തന്റെ ഏട്ടൻ ഇന്നസെന്റ് ആണെങ്കിൽ, കുറ്റം ഏറ്റു പറയാൻ തയ്യാറാണെങ്കിൽ കോടതി അയാളെ മാപ്പുസാക്ഷിയാക്കി മാറ്റും. പക്ഷേ തന്റെ അച്ഛൻ എന്ന് പറയണ്ട, അസുരൻ എന്ന് പറ. ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? മധുവേച്ച് എന്റെ ഏട്ടന്മാരെ രണ്ടുപേരെയും കുക്കുവിനെ ഞങ്ങൾ എല്ലാവരെയും അയാളെ വിഷമിപ്പിച്ചില്ലേ? താനെങ്ങനെ ടെൻസ്ഡ് ആവാതെ? ഏയ്, വിഷമിക്കാതരോ. ഞാൻ ഓക്കെയാണ് സർ. ഒരൊറ്റ അപേക്ഷ മാത്രമേ ഉള്ളൂ. എന്റെ ഏട്ടന്മാരും കുക്കുവും ഇനി അച്ഛൻ കാരണം വേദനിക്കരുത്. അവരെ സാറ് സഹായിക്കണം. ഇവരെയൊക്കെ ഞാൻ സഹായിച്ചോളാം. പക്ഷേ പകരം എനിക്കെന്ത് തരും? ഞാനോ? താൻ തന്നെ. നെച്ചുവിനെയും കുക്കുവിനെയും എന്തായാലും ഞാൻ രക്ഷിക്കും. മനുവിന്റെ ഇന്നസെൻസ് ഞാൻ കോടതിയിൽ തെളിയിക്കാനും ശ്രമിക്കാം. അങ്ങനെയെല്ലാം ശുഭ ആയാല് താൻ എനിക്ക് എന്ത് തരും? ഞാൻ എന്ത് തരാൻ? ഞാനൊരു കാര്യം അങ്ങ് ഓർഡർ ഇടും. മിണ്ടാതെ അത് സമ്മതിക്കേണ്ടി വരും.
എന്ത്? അതൊക്കെ ഉണ്ടടി ചീവിടെ. ഇപ്പോ ചീവിടെ ചെല്ല്, നല്ല മഴ വരുന്നുണ്ട്. ഉം, ഞാനെന്നാ ഇറങ്ങുവാ. ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, ഞാൻ പൊയ്ക്കോളാം. സി യു. നിന്റെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു കല്യാണം കഴിച്ചതിന്റെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാം, കല്യാണം കടുപ്പം തന്നെയാണ് എന്റെ പൊന്നളിയ. ഡാ ഡാ ലേഖ, അയ്യോ, എവിടെ? ഇങ്ങനെ പേടിക്കാതെ പോട്ടാ, ഞാൻ വെറുതെ പറഞ്ഞതാ. വാ പോകാം. നല്ല സിനിമയായിരുന്നല്ലേ? റൊമാൻസ് അത്ര പോരാ. അത് പൊന്നുമോള് ഇന്നലെ ചേട്ടന്റെ റൊമാൻസ് കണ്ടതുകൊണ്ട്. അയ്യടാ, അതാണോ റൊമാൻസ്? എന്താടി മാക്രി, നിനക്ക് അത്രയും റൊമാൻസ് കൊണ്ടൊന്നും ആയില്ലേ? ഓ, എല്ലാം ആയേ. ഞാൻ വെറുതെ പറഞ്ഞതാ. വാ വീട്ടിൽ പോകാം. നീ വെറുതെ പറഞ്ഞതായിരിക്കും, പക്ഷേ ഞാൻ കാര്യമായിട്ട് എടുത്തു. വീട്ടിൽ ചെല്ലട്ടെ, ഞാൻ കാണിച്ചു തരാട്ടോ. എനിക്കിതെന്തിന്റെ കേടായിരുന്നു ദൈവമേ. നല്ല മഴ, കാറ്, തണുപ്പ്, എന്റെ വൈഫ്, ഒരു കിസ്, അടിപൊളിയായിരിക്കും അല്ലേ? എന്തോന്ന്? ദാ ഇത്. വന്ന് ഇപ്പൊ പരിസര ബോധവും ഇല്ലേ മനുഷ്യ നിങ്ങൾക്ക്? ഓ പിന്നെ, എനിക്ക് ഉമ്മ തരാൻ തോന്നുമ്പോ ഞാൻ തരും, കെട്ടിപ്പിടിക്കാൻ തോന്നുമ്പോ ഞാൻ അതും ചെയ്യും, അതിനപ്പുറം ചെയ്യും. ഇതിപ്പോ തന്നതേ ഈ ചുംബനത്തിന്റെ ചൂട് മാറും മുമ്പ് വീട്ടിലെത്താനാ. ശ്ശേ, ഈ കിച്ചേട്ടൻ. എടേ വണ്ടി എടുക്ക്. കിച്ചേട്ടാ, ആ എന്താ മോളെ? ഈ ടാറ്റു കിച്ചേട്ടൻ എപ്പോഴാ അടിച്ചേ? ബാംഗ്ലൂർ പഠിക്കുമ്പോ. ആ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഞാനിത് കിച്ചേട്ടന്റെ കയ്യിൽ കാണും മുമ്പേ മറ്റെവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ഓ പിന്നെ, ഞാൻ വെറുതെ പറയുന്നതല്ല ഏട്ടാ. അന്ന് നമ്മള് ആദ്യമായിട്ട് കണ്ടില്ലേ, എന്റെ ഡ്രസ്സ് അഴിക്കാൻ ഏട്ടൻ ഹെൽപ്പ് ചെയ്തില്ലേ? അന്ന് മുതലേ ഈ ടാറ്റു എന്റെ മനസ്സിലുണ്ട്. ഞാനിത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പലപ്പോഴും ഓർത്തിട്ടുണ്ട്. പക്ഷെ ആരുടെ കയ്യിലാണെന്ന് ഓർമ്മയില്ല. ആ ഞാനും മനുവും കൂടിയാ അന്ന് ഈ ടാറ്റു അടിക്കാൻ പോയത്. ഇതൊരു റെയർ ടാറ്റു ആയിരുന്നു അന്നത്തെ കാലത്ത്. ഞങ്ങളെക്കാൾ മുമ്പ് ഈ ടാറ്റു വേറൊരാൾ യൂസ് ചെയ്തിരുന്നില്ല എന്നാ അന്നത്തെ ടാറ്റു ആർട്ടിസ്റ്റ് പറഞ്ഞത്. ഇത് ചെയ്യാൻ വലിയ പ്രയാസമായതുകൊണ്ട് തന്നെ ഈ ടാറ്റു അവര് നിർത്തുകയും ചെയ്തു. എന്തായാലും മനുവേട്ടന്റെ കയ്യിലോ ഏട്ടന്റെ കയ്യിലോ അല്ല ഞാനിത് കണ്ടത്, മറ്റെവിടെയാണ്. ഇത് കാണുമ്പോ എനിക്ക് സെറിഞ്ച് പിടിച്ച ഒരാളുടെ മുഖം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും. ആരോ വല്ലാണ്ട് കരയുന്ന പോലെ ഒരു മൂളലും. എന്താന്നറിയില്ല. പക്ഷെ ഇനി കൊക്കുവിനെ അന്ന് ഉപദ്രവിച്ചവൻ എങ്ങനെ ടാറ്റു ചെയ്തിരുന്നു കാണുമോ? അതായിരിക്കോ അവൾ ഈ പറയുന്നത്? പഴയ ഓർമ്മകളുടെ പൊട്ടും പൊടിയാണോ എന്റെ കുക്കു ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത്? എന്താണ് കൃതിക, നീ എന്നെ ഇങ്ങനെ മോഹിപ്പിക്കുന്നത്? ഈ കുടിക്കുന്ന മദ്യത്തെക്കാളും ഇതുവരെ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഉടലുകളെക്കാളും കൂടുതൽ ലഹരി എന്താ എനിക്ക് നിന്നോട് തോന്നുന്നത്? എന്റെ കൺവട്ടത്ത് നിന്ന് തെന്നി മാറിപ്പോയൊരു പരൽമീനാണ് നീ. അന്ന് ആ പെണ്ണിന്റെ കൂടെ നീ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ബീബി. സാർ, എന്താ കെവിൻ? DK സാറ് വിളിച്ചിരുന്നു. സാറ് അടുത്ത ആഴ്ച കേരളത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. സാറിനോടും കൂടെ അവിടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് എന്റെ DK. ഞാൻ മനസ്സിൽ കണ്ടാൽ അവൻ മരത്തിൽ കാണും. പോയേക്കാം. കെവിൻ, നീ എന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തേക്ക്. പിന്നെ നമ്മുടെ പിള്ളേരോട് വിളിച്ച് പറഞ്ഞേക്ക് അവരുടെ മാർട്ടിൻ സാറിനും പെണ്ണിനും വേണ്ടി ഒരു മണിയറ റെഡിയാക്കാൻ. ഇനിയും ഒരുപാടൊന്നും കാത്തിരിക്കാൻ വയ്യ എന്റെ പച്ചക്കരിമ്പേ. ആ കുട്ടിയുടെ ഒരു ഗതികേട്. എന്തൊരു മഴയല്ലേ? നനയാണോ? വേണ്ട, എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഇന്ന് ഉറങ്ങാൻ പറ്റില്ല മോളെ, ചേട്ടന് കുറച്ച് വർക്കുണ്ട്. മോൾ ഇറങ്ങ്, വീടെത്തി. ഇങ്ങേരിത് രണ്ടും കൽപ്പിച്ചാണല്ലോ എന്നെ കാത്തോണേ ദൈവമേ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഹോ, രക്ഷപ്പെട്ട്. വരുന്നതിന് മുമ്പ് കയറി കിടന്ന് ഉറങ്ങിക്കും. ഫുഡ് കഴിച്ചിട്ട് സിനിമയ്ക്ക് കയറിയത് എന്തായാലും നന്നായി. ഓഹോ, എന്റെ പൊന്നു മോള് ഉറങ്ങിപ്പോയോ? ഇപ്പൊ ശരിയാക്കി തരാവേ. ഈശ്വര, ഉറക്കം വരുന്നില്ലല്ലോ. അങ്ങേര് കിടന്നോ എന്തോ. കണ്ണൊന്ന് തുറന്നു നോക്കിയാലോ. ഏട്ടൻ കിടന്നില്ലായിരുന്നോ? ഇല്ല, നേരത്തെ ഉറങ്ങി. എന്തേ? ആണല്ലേ? അപ്പോ എങ്ങനെയാ? എന്ത്?
അച്ചടാ, ഇത്രയും വേഗം മറന്നോ? ഞാൻ ഓർമ്മിപ്പിക്കാവേ. കിച്ചേട്ടാ വേണ്ട. സോറി, വേണം കേട്ടോ. ലൈറ്റ് ഓഫ് ചെയ്തോട്ടെ. நீ அணைக்கின்ற வேளையில் உயிர் பூ திடுக்கென்று மலரும். நீ வெடுக்கென்று ஓடினால் உயிர்ப்பு சருகாக உலரும். இரு கைகள் தீண்டாத பெண்மையை உன் கண்கள் கொண்டாடுதோ. மலர் மஞ்சம் சேராத பெண்ணிலா எந்தன் மார்போடு வந்தாடுதோ. புது வெள்ளை மழை இங்கு பொழிகின்றது. இந்த கொள்ளை நிலா உடல் நனைகின்றது. இங்கு சொல்லாத இடம் கூட குளிர்கின்றது. மனம் சூடான இடம் தேடி அலைகின்றது. நதி நீயானா, கரை நான். சிறு பறவை நீயானா, உன் வானம் நானே. ഇവളെന്ന് നേരത്തെ എണീറ്റോ? 10:30 ആവുന്നതല്ലേ ഉള്ളൂ. ഷേ, ഇവളിത് എവിടെ പോയതാ? ഓഹോ, പൊണ്ടാട്ടി അടുക്കളയിലായിരുന്നോ? ഫ്രഷ് ആയിട്ട് താഴോട്ട് പോ. നല്ല തലവേദന. ഹലോ മാഡം, ഇത് ആരോട് ചോദിച്ചിട്ടാ ഇത്ര നേരത്തെ എണീറ്റ് പോകുന്നത്? നേരത്തെയോ? സമയം ഉച്ചയാവാറായി. അതിനിപ്പോ എന്താ, ഇന്നലെ എണീറ്റത് ഉച്ചയ്ക്ക് 12:30 അപ്പോ അത് വെച്ച് നോക്കുമ്പോ ഇത് നേരത്തെ. ഡേ, കെട്ടിയാനാണെന്നൊന്നും നോക്കില്ല. ഞാൻ ഈ തേങ്ങക്കറി ഇന്നലെ ഒരു പോള കണ്ണടച്ചിട്ടില്ല. അതെങ്ങനെയാ? ഒന്ന് ഉറങ്ങാൻ വിടോ? വെളുപ്പിനെ ഒന്ന് കണ്ണടച്ചത് പോലും. അതാണോ കാര്യം? വാ, നമുക്ക് പോയി കിടന്നുറങ്ങാം. ഫുഡ് ഓർഡർ ചെയ്യാം. എന്റെ കൊച്ചു വാ. ഞാൻ എങ്ങോട്ടുമില്ല. നിങ്ങളുടെ ഉറക്കം കാരണം എനിക്കിപ്പൊ നടുവനക്കാൻ പറ്റാത്ത അവസ്ഥയെ. ഇവിടെ ഒരാഴ്ചയായിട്ട് അടുപ്പ് പോലും കത്തിക്കാൻ നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടോ? ഞാൻ ഇത് കേൾക്കണം. എന്റെ കൊച്ചു രാത്രി കിടന്ന് ഒരുപാട് ഉറക്കം കളഞ്ഞതല്ലേ, ഇനി രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടണ്ട എന്നോർത്ത് ഫുഡ് പോലും ഉണ്ടാക്കാൻ സമ്മതിക്കാതെ മുറിയിൽ പിടിച്ചിരുത്തിയതിന് ഞാൻ ഇതൊക്കെ കേൾക്കണം. ദേ, ഒരുമാതിരി കള്ളക്കരച്ചിൽ കരയില്ലേ, ഈ വെള്ളത്തിൽ പിടിച്ച് മുക്കും ഞാൻ. അത് ഞാൻ കുടിച്ചു വറ്റിക്കും. ഇപ്പൊ എന്റെ കുക്കുപെണ്ണ് ഇതൊക്കെ അവിടെ വെച്ചിട്ട് കിച്ചേട്ടന് ഒരു കിസ് തന്നെ. പോയി നിങ്ങളുടെ മറ്റവളോട് പറ. എനിക്ക് മറ്റവളും ഇല്ല മറിച്ചവളും ഇല്ല. എനിക്കാകെ ഒരാളെ ഉള്ളൂ. അയാളോടാ ഞാനിത് ചോദിക്കുന്നത്. തരുവോ ഇല്ലയോ? തന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ അങ്ങ് എടുക്കും. അപ്പോ തരൂലല്ലേ? വേണ്ട, ഞാൻ എടുത്തോളാം. ഓ, നശിപ്പിച്ച്. ഈ നേരത്ത് ഇത് ഏത് മാറണാണോ എന്തോ. നിക്കേ, ഞാൻ പോയിട്ട് വരാം. ചെന്ന് കീറിക്കൊടുക്കും മനുഷ്യ. നിങ്ങളുടെ പരോൾ കാലാവധി ഇന്നത്തോടെ തീർന്നു. ഏട്ടത്തി ഏട്ടത്തി എന്താ ഇവിടെ? എന്താന്ന്? അല്ല, ഏട്ടത്തി എന്താ പെട്ടെന്ന് ഇങ്ങ് വന്നത്? പെട്ടെന്നൊന്നും അല്ലല്ലോ, ഒരാഴ്ച ആയില്ലേ ഞങ്ങള് പോയിട്ട്. ആണല്ലേ. അല്ല, കുക്കു എവിടെ? ഞാനിവിടെ ഉണ്ടമ്മേ. മുത്തശ്ശൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ, ഒന്നുമില്ല മോളെ, അങ്ങേർക്ക് BP ലോ ആയതാ. എല്ലാരും വാ, ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ ഇവര് വരുന്ന കാര്യം ഇവൾക്കറിയായിരുന്നോ? എന്താടാ, എന്തോ പോയ ആരോ പോലെ നിൽക്കുന്നത്? ഒന്നുമില്ല ഏട്ടാ, ഞാൻ വെറുതെ. ഏട്ടൻ വാ. പൊന്നുമോൻ ഞങ്ങളിവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? മനസ്സിലായല്ലേ? ആ വാല് മുറിഞ്ഞുള്ള നിൽപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി. ഒരാഴ്ച നീ ലീവാണെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. എന്തുവാടെ, എന്റെ കൊച്ചു വരും മുമ്പേ നീ എന്നെ വല്യച്ഛനാക്കോ? ഏട്ടാ, അത് പിന്നെ അയ്യേ, ഇങ്ങനെ തന്നെ നാട്ടിച്ചു കൊല്ലുമല്ലോ.
ഓ, ഇതാണ് ദൈവം ഉണ്ടെന്ന് പറയുന്നത്. ഏട്ടാ ഞാനിപ്പോ വരാം. ചെല്ല് ചെല്ല് തെമ്മാടി. ഹലോ നിച്ചു, എന്റെ ചന്തു, നിനക്ക് 100 കോടി പുണ്യം കിട്ടും. നീ മുത്താണടാ. എന്തിന്? അതൊന്നും നിനക്കിപ്പോ പറഞ്ഞാ മനസ്സിലാവില്ല. ആട്ടെ, നിങ്ങൾ എത്തിയോ? ആടാ ഞങ്ങള് മൂന്നും എത്തി. ഇപ്പോ വിവേകിന്റെ വീട്ടിലുണ്ട്. എല്ലാരും ഇപ്പൊ എത്തുമെന്ന് പറഞ്ഞായിരുന്നു. നീയും കൂടി വാ, നിരൂപേട്ടനെ കൂടി കൂട്ടിക്കോ. ആടാ, ഞാൻ വിളിച്ചോണ്ട് വരാം, നീ വെച്ചോ. ഏട്ടാ നമുക്കൊന്ന് പുറത്തു പോണം, എന്റെ കൂടെ വാ. എങ്ങോട്ടാടാ? അതൊക്കെ ഉണ്ട് അമ്മേ. ഏട്ടൻ വാ. ഡാ ഒരു 10 മിനിറ്റ്, ഞാനിപ്പോ കഴിച്ചിട്ട് വരാം. ആ ഓക്കെ. കുക്കു ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ കിച്ചേട്ടാ? ഡി ഗുരുപ്പേ, ഇവര് വരുന്ന കാര്യം നിനക്ക് നേരത്തെ അറിയാറുന്നില്ലേ? എന്നിട്ടെന്താ എന്നോട് പറയാത്തത്? പറഞ്ഞിരുന്നേല് മോൻ അവര് വരും മുമ്പേ എന്തേലും കുരുത്തക്കേട്ട് കസനിച്ചേനെ, അതുകൊണ്ട് മനഃപൂർവ്വം പറയാത്തതാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി മാക്രി കുഞ്ഞ്. നീ പോടാ മഴപ്പാറ്റ്. പോകാടാ. പോക ഏട്ടാ. കുക്കു ഞങ്ങള് വരാൻ വൈകും കേട്ടോ. ആ ഏട്ടാ, പോയിട്ടോ. ആ നിങ്ങൾ എത്തിയോ? ആടാ, എല്ലാരും വന്നോ? ആ വന്നു. കേറി വാ നിങ്ങള്. ഡാ നിച്ചു ഏട്ടനും വന്നു. ആ, നിന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. വാടാ. എന്താ ഏടാ, ഡോക്ടറിനെ കണ്ടോ? കണ്ടടാ, കാര്യങ്ങളും സംസാരിച്ചു. നിച്ചു ഇരുമ്പ് ദണ്ട് കൊണ്ടോ മറ്റോ ഉള്ള ശക്തിയായ അടി തലയ്ക്ക് പുറകിൽ ഏറ്റത് കൊണ്ടാണ് കുക്കുവിന് മെമ്മറി ഇല്ലാതായിരിക്കുന്നത്. നമ്മൾ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയില്ലേ, അതുപോലെ ഒരു ഷോക്കിൽ നഷ്ടപ്പെട്ടു പോയ ആ ഓർമ്മകൾ വീണ്ടെടുക്കാൻ മറ്റൊരു ഷോക്ക് കുക്കുവിന് ആവശ്യമാണ്. അതിലും നമുക്ക് ഗ്യാരണ്ടി പറയാനാവില്ല. ആക്ച്വലി ഇത് ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ച കാര്യമായിരുന്നു. ഡോക്ടർ ഇതിനുള്ള സാധ്യത പറഞ്ഞത് വെറും 30%. കറക്റ്റ് ആയിട്ട് തന്നെ അന്ന് അവർക്ക് രണ്ടാൾക്കും എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു അറ്റംപ്റ്റ് ഫെയിൽ ആവാനുള്ള ചാൻസും കൂടുതലാണ്. ഡോക്ടർ പറഞ്ഞത് നടന്ന സംഭവം അതേപോലെ നടന്നാൽ അല്ലെങ്കിൽ ഏകദേശ രൂപത്തിലെങ്കിലും നടന്നാല് അവിടെ ഒരു ചാൻസ് ഉണ്ടെന്നാ. അതിനിപ്പോ നമ്മുടെ കയ്യില് ആകെയുള്ള ആ തെളിവ് ഡയറിയും ആ CCTV ഫുട്ടേജും അല്ലേ? വെയിറ്റ്, അത് പോരെ നമുക്ക്? നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഏട്ടാ, നമ്മുടെ കയ്യിലുള്ള വിഷ്വൽസിൽ നിന്ന് നമ്മൾ കണ്ടത് മധുവും കുക്കുവും കൂടി ആരുടെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നതല്ലേ? അതുപോലൊരു സീന് റീക്രിയേറ്റ് ചെയ്താൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ഈസി ആവില്ലേ? അത് നടന്ന സംഭവമാണല്ലോ. ഇവൻ പറയുന്നത് കാര്യമാണ്, പക്ഷേ പൂട്ടുമ്പോ മണിച്ചിത്ര പൂട്ടിട്ട് തന്നെ പൂട്ടണം. നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഐ ഹാവ് എ പ്ലാൻ. നിന്റെ പ്ലാൻ പെർഫെക്റ്റ് ആണ്, പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ വന്നാലേ ഇത് നടക്കൂ. എനിക്കെന്തോ ഈ ഐഡിയ വർക്കൗട്ട് ആവുമെന്നാ തോന്നുന്നത്. ഇത് നമ്മൾ ചെയ്യുവാൻ തന്നെ വെക്ക്. മധുവിന്റെ സ്ഥാനത്ത് നമ്മൾ കുക്കുവിന്റെ കൂടെ ആരെ അയക്കും? ഏയ് എന്താടാ, ഏട്ടത്തെ അയക്കാനോ? ഏട്ടത്തി പ്രഗ്നന്റ് ആണ്, ഈ സമയത്ത് പറ്റില്ല. എടാ, വേറെ ആരെ അയക്കുക? മധു സ്മൃതിയാണ് കുക്കുവിന്റെ ചേച്ചിയുടെ സ്ഥാനത്തുള്ളത്. വേറെ ആരും ഇല്ലല്ലോ. അത്രയും ഇന്റിമസി ഉള്ള ഒരാളെയല്ലേ നമുക്ക് അയക്കാൻ പറ്റൂ. പക്ഷേ ഏട്ടത്തി ഇല്ല, അത് ശരിയാവില്ല. ശരിയാവും നരജ. പക്ഷേ ഏട്ടാ, ഇത് നീ ടെൻഷൻ ആവണ്ട. അവൾക്കും കുഞ്ഞിനും ഒന്നും വരില്ല. സ്മൃതിയെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഏട്ടാ, എന്നാലും നിങ്ങളെ പോലെ ഞങ്ങൾക്കും അറിയണോടാ കഥ. അതറിയാനുള്ള വഴി തെളിയിക്കാൻ എന്റെ സ്മൃതിക്ക് പറ്റുമെങ്കിൽ അവൾ അത് ചെയ്യും. പക്ഷേ ഏട്ടാ, അച്ഛനും അമ്മയൊക്കെ ഇത് അറിയുമ്പോ. വേണ്ട, അതിപ്പോ ആരും അറിയണ്ട. നമ്മുടെ പ്ലാന് നടപ്പിലാക്കുന്ന ദിവസം ഞാൻ തന്നെ അത് അവരോട് പറഞ്ഞോളാം. അതുവരെ അവരാരും ഇത് അറിയണ്ട. കാര്യങ്ങളപ്പോ ഏകദേശം തീരുമാനമായ സ്ഥിതിക്ക് ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ തീരുമാനിക്കാം. എങ്കില് അങ്ങനെ ആവട്ടെ. എന്നാ ഞാൻ ഇറങ്ങുവാടാ, എനിക്ക് SP ഓഫീസ് വരെ ഒന്ന് പോണം. ആടാ ശരി. യെസ്, പറയടോ. സർ ഹരികൃഷ്ണൻ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല സർ. അവന്റെ നീക്കങ്ങൾ നിങ്ങൾ വാച്ച് ചെയ്ത് അപ്ഡേഷൻ എനിക്ക് അയക്കണം. ഓക്കെ സർ. ആ, നീ പോയില്ലേടാ? ഇല്ലടാ, ഒരു കോള് വന്നു. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാൻ വരുമായിരുന്നു. ഡാ, അന്ന് നിനക്ക് ആക്സിഡന്റ് ഉണ്ടാക്കിയ ആ ചെറുക്കനില്ലേ, ഹരികൃഷ്ണൻ, അവന്റെ ശരിക്കുള്ള പേര് ഹരികൃഷ്ണൻ എന്ന് തന്നെയാണോ? ആ, വീട്ടുകാരാദ്യം അവനിട്ട പേര് ഹരികൃഷ്ണൻ എന്നല്ലായിരുന്നു തോന്നുന്നു. മറ്റെന്തോ ആണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നീട് എപ്പോഴും ആണ് ഹരികൃഷ്ണൻ എന്ന പേരിലേക്ക് മാറിയത്. എന്താടാ ഇപ്പൊ ചോദിക്കാൻ? ഏയ് ഒന്നുമില്ലടാ, ഞാൻ വെറുതെ ചോദിച്ചതാ. എങ്കില് ശരിയടാ, ഞങ്ങൾ ഇറങ്ങുക. ഓക്കേടാ. അപ്പോ അവന് മറ്റൊരു പേരുണ്ട്. ഹലോ ഹലോ, ഹലോ, മീനാക്ഷി, ACP ഇമ്മാനുവൽ ജോൺ ആണ്. എന്താ സാർ? തനിക്ക് ഈവനിങ് ഒന്ന് ഫ്രീ ആവാൻ പറ്റുമോ? കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ ആ ഞാൻ വരാം സാർ. എവിടേക്കാ വരണ്ടേ? നമ്മള് അന്ന് കണ്ട ആ കോഫി ഹൗസിലേക്ക് വന്നാൽ മതി, ഒരു 5 മണിയൊക്കെ ആകുമ്പോ. ആ ഓക്കെ സാർ, വരാം. ശരി. എന്തൊരു ജാട ഇയാൾക്ക്. 2 അക്ഷരം മര്യാദയ്ക്ക് മിണ്ടിക്കൂടെ?
ആഹാ, എത്തിയോ എൻ ബ്രദേഴ്സ്? ഇല്ല, എത്തിയില്ല. കുറച്ചുകൂടി എത്താനുണ്ട്. എന്താ, എത്തിച്ചേരുവോ? ഇങ്ങേരെന്താ ഉദ്ദേശിച്ചത്? അയ്യേ ശേഷേ, അങ്ങേരുടെ കൂടെ കൂടി കൂടി എനിക്കിപ്പം ഡേർട്ടി മൈൻഡായി തുടങ്ങി. ആ, ഏട്ടൻ വന്നോ? ആ, താനെന്താ ഉറങ്ങാൻ കേറിയില്ലേ? ഇല്ല ഏട്ടാ, ഉറക്കം വന്നില്ല. അല്ല, നിങ്ങൾ എവിടെ പോയതാ? ഞങ്ങള് ഇവന്റെ ഫ്രണ്ട്സിനെ കണ്ട് ആ റീയൂണിയന്റെ കാര്യം ഒന്ന് സംസാരിക്കാൻ പോയതാ. റീയൂണിയനോ? കൊറേയായി ഞങ്ങള് 2 ബാച്ചും ഒരു റീയൂണിയൻ പ്ലാൻ ചെയ്യുന്നു. ഇപ്രാവശ്യം അതങ്ങ് നടത്താന്ന് കരുതി. ആഹാ, എന്നിട്ടെന്നാ നിങ്ങൾ എല്ലാരും പോകുന്നേ? ഈ വരുന്ന സൺഡേ ആണ് റീയൂണിയൻ. പക്ഷെ ഞങ്ങൾ പോകുന്നില്ല. അതെന്ത് പറ്റി? റീയൂണിയന് വരുമ്പം ഭാര്യമാരെയും കൂട്ടി വരണമെന്നാണ് ഓർഡർ. ഞങ്ങൾക്കാണെങ്കിൽ ഇതിന്റെ തലേദിവസം രാവിലെ ഒരു മെഡിക്കൽ കോൺഫറൻസ് ഉണ്ട് ഡൽഹിയിൽ വെച്ച്. ഡൽഹിയിൽ നിന്ന് നിങ്ങളെയും കൂട്ടി ബാംഗ്ലൂരിലേക്ക്, അതൊക്കെ വലിയ പാടാ. ഏട്ടത്തി പ്രഗ്നന്റ് കൂടി ആയതുകൊണ്ട് റിസ്ക് കൂടുതലാ. അതിന് എനിക്കിപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ. ആ, ഞങ്ങളില്ലാന്ന് വെച്ച് നിങ്ങൾ എന്തിനാ പോകാതിരിക്കുന്നത്? പോയിട്ട് വാ. അത് ശരിയാവില്ല കുക്കു. ഒന്നാമത് ഞങ്ങൾ 2 ഫ്രണ്ട്സിനെ എല്ലാരെയും കല്യാണം വിളിച്ചിട്ടില്ല. അതിന്റെ കലിപ്പ് എല്ലാവർക്കും ഉണ്ട്. ഇനി റീയൂണിയന് ചെന്നിട്ട് ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞാവും അടുത്തത്. ഓ, അങ്ങനെ ഉണ്ടല്ലേ. ഞാൻ ഇതിനൊരു സൊല്യൂഷൻ പറയട്ടെ. എന്താ അച്ഛാ, നിങ്ങളുടെ ഗെറ്റ് ടുഗദർ പാർട്ടി എപ്പോഴാ? സൺഡേ ഈവനിങ്. കോൺഫറൻസ് എപ്പോ തീരും? അതൊരു ഉച്ചയോടെ തീരും. അപ്പോ സംഗതി സിമ്പിൾ. നിങ്ങൾ 2 ഡൽഹിക്ക് പോയി കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുന്നു. അന്ന് ഉച്ചയ്ക്ക് ഒന്നെങ്കിൽ നേരെ കൊച്ചി എയർപോർട്ടിലേക്ക് വരിക, അതല്ലെങ്കിൽ നേരെ ബാംഗ്ലൂരിലേക്ക് വിടുക. കുക്കും സ്മൃതിയും കൂടി സാറ്റർഡേ നൈറ്റ് ബാംഗ്ലൂർ എത്തിക്കോളും. അതാവുമ്പം 2 കൂട്ടർക്കും പ്രശ്നങ്ങളില്ല. തിരിച്ച് സമയം പോലെ വന്നാ മതി. അത് കൊള്ളാല്ലേ ചേച്ചി? ആ, അങ്ങനെ ചെയ്യാല്ലേ എങ്കില്. ആ, നമുക്ക് ആലോചിക്കാടോ. താനിപ്പോ എന്റെ കൂടെ വാ. വാ. കിച്ചേട്ടൻ ഫുഡ് കഴിച്ചായിരുന്നോ? ആ, ഞാനും ഏട്ടനും പുറത്തുനിന്ന് കഴിച്ചു. ഞാനൊന്ന് കിടക്കട്ടെ, നല്ല തലവേദന. ഇതെന്താ ഇത്ര പെട്ടെന്നൊരു തലവേദന? സോറി, നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു, അതാ വൈകിയേ. ഇറ്റ്സ് ഓക്കെ, താനിരിക്ക്. കോഫി പറയട്ടെ? ആ, വേണ്ട സാർ, ഞാൻ കുടിച്ചിട്ട് ഇറങ്ങിയത്. സാർ എന്തിനാ വിളിപ്പിച്ചേ? മീനാക്ഷിയുടെ 1-2 ഹെൽപ്പ് എനിക്ക് വേണം. എന്റെ ഹെൽപ്പോ? തന്റെ അച്ഛന്റെ സ്വഭാവം എന്നേക്കാൾ നന്നായിട്ട് തനിക്കറിയാലോ. മാധുരി കൊലക്കേസ് തേച്ചു മാച്ച് കളയാൻ തന്റെ അച്ഛൻ എന്തായാലും ശ്രമിക്കും. മാത്രമല്ല, അവര് കൃതികയെ കൊന്നു കളയാൻ പോലും മടിച്ചെന്ന് വരില്ല. കൃതികയ്ക്ക് ഓർമ്മ പോയ കാര്യമൊന്നും തന്റെ അച്ഛൻ അറിയില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഉറപ്പായും തെളിവ് നശിപ്പിക്കാൻ അയാൾ കൃതികയെ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട്. ഞങ്ങളുടെ കൺക്ലൂഷൻ വെച്ച് ഈ കേസിന്റെ ഐ വിറ്റ്നസ് കൃതികയാണ്. മാത്രമല്ല, മുഴുവനായി അറിയില്ലെങ്കിലും തന്റെ ഏട്ടനും എന്തൊക്കെയോ അറിയാം. അയാൾ അതിനെ പേടിക്കുന്നുമുണ്ട്. സാറ് പറഞ്ഞു വരുന്നത്? കൃതികയെ കൊന്ന് കേസ് തേച്ചു മാച്ചു കളയാം എന്ന് വിചാരിക്കുന്ന തന്റെ അച്ഛൻ തന്റെ ഏട്ടനെ വകവരുത്തും. കുക്കുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ മാനവ് വെറുതെ ഇരിക്കില്ല എന്ന് വിശ്വനാഥൻ അറിയാം. അയാൾ അതുകൊണ്ട് അവനെ അപകടപ്പെടുത്തും. ഏയ്, താൻ പേടിക്കാൻ പറഞ്ഞതല്ല, ഒരു വാർണിംഗ് പോലെ പറഞ്ഞതാ. സാർ, ഇതിലിപ്പോ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? പറയാം. അച്ഛന് വരുന്ന ഫോൺ കോൾസ്, അച്ഛനെ ആരൊക്കെ കാണാൻ വരുന്നു, അച്ഛൻ എവിടേക്ക് പോകുന്നു, ഇതൊക്കെ താൻ എനിക്കൊന്ന് അറിയിച്ചു തന്നാൽ മതി. ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു. ഓക്കെ സാർ, സാറ് പറയാൻ പോലെ തന്നെ ഞാൻ ചെയ്യാം. എങ്കില് മീനാക്ഷി ഇറങ്ങിക്കോ. വീട്ടിലെത്താൻ ഇല്ലെങ്കിൽ ലേറ്റ് ആവും. ഞാൻ കൊണ്ടാക്കണോ? ഏയ് വേണ്ട, സ്കൂട്ടി ഉണ്ട്, ഞാൻ പൊയ്ക്കോളാം. വിശ്വനാഥ മേനോൻ, യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് ഫ്രം നൗ. താനൊന്നും പറഞ്ഞില്ല. ഞാൻ തന്നെ നിർബന്ധിക്കൊന്നുമല്ല. നരഞ്ജനെ നിർബന്ധിക്കില്ല. തന്റെ ഇഷ്ടം നോക്കാതെ ഞാനൊന്നും ചെയ്യില്ല. സ്മൃതി, എനിക്ക് സമ്മതമാണ് നിരൂപേട്ട. നിങ്ങളെ പോലെ തന്നെ എനിക്കും അറിയണം ആ കുട്ടിക്ക് എന്താ സംഭവിച്ചതെന്ന്, എന്റെ കുക്കുവിനെ ആരാ ഉപദ്രവിച്ചതെന്ന്, ഞങ്ങളെ എന്തിനാ കണ്ണീര് കുടിപ്പിച്ചതെന്ന് എല്ലാം എനിക്കറിയണം. എന്റെ കുക്കുവിനും നരജനും ആ കുട്ടിക്കും വേണ്ടി ഞാനിത് ചെയ്തിരിക്കും. സ്മൃതി, താങ്ക് യു സോ മച്ച്. കുക്കു, എന്താ ചേട്ടാ, എന്താ പറ്റിയേ? കുക്കു മോളെ. എന്താ ഏട്ടാ, എന്തെങ്കിലും സ്വപ്നം കണ്ടോ? പ്ലീസ് സ്റ്റേ ലൈക്ക് ദിസ്. ഐ ഡോണ്ട് വാണ്ട് ടു ലൂസ് യു. ഞാൻ നിങ്ങളുടെ അടുത്തില്ലേക്ക് ചേട്ടാ, പിന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഈ ഏട്ടന്റെ ഒരു കാര്യം. കൊലക്കളത്തിലേക്കാ ഞാൻ എൻ്റെ പെണ്ണിനെ ഇറക്കി വിടാൻ പോകുന്നത്. ഇനി എന്തൊക്കെ നടക്കുമെന്ന് ഒരെത്തും പിടിയില്ല. പക്ഷെ നരഞ്ജൻ എന്നെ ആർക്കും വിട്ടു കൊടുക്കില്ല കുക്കു. വേഗം ഇറക്കടാ, എന്നിട്ട് വേണം ഇതൊക്കെ ഹാർബറിലേക്ക് കൊണ്ടുപോകാൻ. ഇതൊക്കെ എങ്ങോട്ട് കൊണ്ടുപോകുന്ന കാര്യമാ അമ്മാവൻ പറയുന്നേ? ലോഡിങ് നിർത്തിക്കേ. ഇതൊന്നും എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല. അല്ല, മക്കളെന്താ ഇവിടെ?
ഒന്നുമില്ല മാവ, ഞങ്ങള് വെറുതെ കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതാ. ദിവാകരേട്ടാ, ഇതുവരെ ഇറക്കിയ മരുന്നുകളുടെ ഡീറ്റെയിൽസ് ഇങ്ങ് കൊണ്ടുവന്നേ. ആ ദാ കുഞ്ഞെ. ദേ ഏട്ടാ, നോക്കിക്കേ, മരുന്ന് വന്ന വിവരം പോലും നമ്മൾ അറിഞ്ഞത് ഇപ്പോഴാ. പക്ഷെ അതിനു മുമ്പേ നമ്മുടെ രണ്ടാളുടെയും കൂട്ടത്തിൽ അച്ഛന്റെയും സൈന് ഇവിടെ കേറിയല്ലോ. ശരിയാണല്ലോ, എന്തൊരു മാജിക് ആണോ എന്തോ അല്ലേ? അല്ല മാവ, ആരാ ഇതിൽ ഞങ്ങളുടെ ഒപ്പും സീലും കൊടുത്തത്? ആ ആ എനിക്കറിയില്ല മക്കളെ, ഇതാര് ഇട്ടത്? ആ അയ്യോ, കഷ്ടായിപ്പോയി. ഇനിയിപ്പം അമ്മാവൻ അറിയാത്ത സ്ഥിതിക്ക് ഇനി ഈ മരുന്ന് ഇങ്ങോട്ട് ഇറക്കണ്ട. പോലീസ് വന്ന് സീൽ ചെയ്തതിനു ശേഷം ലോഡ് ഇവിടെ നകത്തേക്കോ പുറത്തേക്കോ എന്ന് തീരുമാനിച്ചാൽ മതി. അത് തന്നെ നിച്ചു, വിളിയുടെ ACP ഇമ്മാനുവല്ലേ, അവനാകുമ്പോ ലോഡ് വന്നതും പോയതും കൊടുത്തതും എല്ലാം കണ്ടുപിടിച്ചോളൂ. ഈശ്വര, കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണല്ലോ. അവനെങ്ങാൻ ഇവിടെ വന്നാൽ എന്റെ ബിസിനസ് നിൽക്കും. ആ മാധുരി കൊലക്കേസ് എന്റെ നേരെ പൊങ്ങി വരികയും ചെയ്യും. മക്കളെ, പോലീസിനെ ഒന്നും വിളിക്കേണ്ട, അത് നമ്മുടെ ഹോസ്പിറ്റലിന് മോശമാവില്ലേ. ഞാനത് ഇലയ്ക്കും മുള്ളിലും കേടില്ലാതെ തീർത്തോളാം. തീർക്കോ? ആ തീർത്തോളാം. എങ്കില് അമ്മാവൻ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ഏട്ടൻ വാ. നമ്മൾ അമ്മാവന്റെ പെട്ടിയിലടിക്കുന്ന ആദ്യത്തെ അണി ഇപ്പൊ കൊള്ളേണ്ട അടുത്ത് തന്നെ കൊണ്ടിരിക്കും. നമ്മുടെ ACP അല്ലെങ്കിൽ അവിടെ ഒരു കത്തി കുത്തി ഇറക്കും. ഓ, തലനാഴിക്ക് രക്ഷപ്പെട്ടു. അവന്മാരിതിലെ അൺറെസ്ട്രിക്റ്റീവ് മെഡിസിൻസ് കണ്ടിരുന്നതിൽ ഞാനിപ്പോ അകത്തായേനെ. എന്തായാലും മാർട്ടിൻ സാറിനെ ഇൻഫോം ചെയ്യാം, ലോഡ് ഇന്ന് എത്തിക്കാൻ പറ്റില്ലാന്ന്. ഹലോ ഫെലിക്സ്, മാർട്ടിൻ സാർ വിശ്വനാഥ മേനോനാണോ? ഫോൺ ടാ. യെസ് മിസ്റ്റർ വിശ്വനാഥൻ. സാർ, ഇന്ന് ചരക്ക് അയക്കാൻ പറ്റിയില്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. അളിയന്റെ മക്കള് ഇവിടെ ഉണ്ട്, കുറച്ച് സീനാ. താനിപ്പോ പലവട്ടമായി പറഞ്ഞ വാക്ക് മാറ്റുന്നു. സാധനം എത്താൻ വൈകിയാല് താൻ ഈ മാർട്ടിന്റെ ശരിക്കുള്ള സ്വഭാവം അറിയും. സാർ, മനഃപൂർവ്വമല്ല, ഇതിന് പകരമായി ഞാൻ കുറച്ച് കൂടുതൽ ഡ്രഗ്സ് ഇവിടെ നിന്ന് അയച്ചേക്കാം. അത് തന്റെ ഇഷ്ടം. പക്ഷെ എനിക്കിപ്പോ വേണ്ടത് അതൊന്നുമല്ല. പിന്നെ തന്റെ കുടുംബത്തില് ഉള്ളൊരു പച്ചക്കരിമ്പ് കുറെ നാളായിട്ട് എന്നെ വല്ലാണ്ട് അങ്ങ് മോഹിപ്പിക്കുക. അതിനെ കൊണ്ടുതരാൻ പറ്റുമോ തനിക്ക്? 300 കോടിയുടെ കബോഡിയൻ ഡീല് ഞാൻ തനിക്ക് തന്റെ പേരില് അങ്ങോട്ട് തരാം. പറ്റുമോ തനിക്ക്? ഓ, 300 കോടിയോ? സാറിന് എന്താ വേണ്ടേ? ഞാൻ ചെയ്തു തരാം. തന്റെ അനന്തരവന്റെ പെണ്ണില്ലേ, നാവനക്കിയാല് നമ്മുടെ എല്ലാവരുടെയും കഴുത്തിലേക്ക് കരുമഴം വെച്ചു തരാൻ കെൽപ്പുള്ള ഒരു മൊയിലും കുഞ്ഞ്, അതിനെ എനിക്ക് വേണം. കൊണ്ടുതരാൻ പറ്റുമോ തനിക്ക്? സാറ് ഉദ്ദേശിക്കുന്നത്? അവളെ, ആ പച്ചക്കരിമ്പിനെ, കൃതിക നരജനെ. അവളെയോ? അവളെ തന്നെ കൊണ്ടു തന്നാല് 300 കോടി. അതല്ലേല് എനിക്കുള്ള ചരക്ക് ഇന്ന് രാത്രി തന്നെ ഹാർബറിൽ എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ വിശ്വനാഥ, ഇതുപോലൊരു അവസരം നിനക്കിനി കിട്ടില്ല. 300 കോടി കിട്ടുന്നത് മാത്രമല്ല, മാതിരി കൊലക്കേസും മാഞ്ഞു പോവുകയും ചെയ്യും. കൃതികയെ മാർട്ടിൻ തന്നെ അങ്ങ് കൊന്നോളൂ. കൂട്ടത്തിൽ നിരജന കൊണ്ട് മീനാക്ഷി വിവാഹം കഴിപ്പിക്കുകയും ചെയ്യാം. എന്താണോ താനൊന്നും മിണ്ടാത്തത്? സാർ, അത് ഞാൻ കൃതിക എവിടെ എത്തിക്കാം, ഉറപ്പായി എത്തിക്കാം. എനിക്ക് 5 ദിവസം സമയം എന്താ. നിരഞ്ജന നിരൂപം ഈ വെള്ളിയാഴ്ച കോൺഫറൻസിന് പോകും. അപ്പോ ഞാൻ എങ്ങനെയെങ്കിലും അവളെ അവിടെ എത്തിക്കാം. എത്തിച്ച തനിക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ഒരുപാട് കൊള്ളും. സാർ, ഈ വിശ്വനാഥൻ ഒരു നാറിയല്ലേ, അയാളെ തന്നെ വേണോ ഇത് ഏൽപ്പിക്കാൻ? നമ്മളിവിടെ വന്നിട്ട് ഇത്രയും ദിവസമായി ആ പെണ്ണിനെ ഒന്ന് കാണാൻ പോലും പറ്റിയിട്ടില്ല. അയാൾ അവരുടെ കുടുംബത്തിലുള്ളതല്ലേ. അയാളെ വേരോടെ ഈ ഭൂമിയിൽ നിന്ന് പറിച്ചു കളയും മുമ്പ് ഈ ഒരു ജോലി കൂടി അയാൾ നമുക്ക് വേണ്ടി ചെയ്യട്ടടോ. ഫെലിക്സ്, DK യുടെ റൂമിൽ തന്നെയാണ്. രാവിലെ ഫുഡും കഴിച്ചിട്ടില്ല. ഇവൻ ഇത് എന്താ പറ്റിയത്? ഞാൻ നോക്കിയിട്ട് വരാം. DK, എന്താടാ നീ ലൈറ്റ് ഓൺ ചെയ്യാതെ ഈ ഇരുട്ടത്തിരിക്കുന്നത്? Devil always like dark. വാട്ട് ഹാപ്പൻ ടു യു മാൻ? എന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞു നീ വിളിച്ചു വരുത്തിയിട്ട് ഈ പൊത്തിൽ കയറി ഇരിപ്പാണല്ലോ നീ എപ്പോഴും. നീ പറഞ്ഞത് ശരിയാ മാർട്ടിൻ. ഞാനിപ്പോ പൊത്തിൽ കയറി തന്നെ ഇരിക്കുന്നത്. പൊത്തിൽ കയറിയിരിക്കുന്ന പാമ്പിന്റെ വിഷം പുറത്തേക്ക് ചീറ്റാൻ ഇനി അധികം സമയമൊന്നുമില്ല. അത് കൊത്തേണ്ട സമയത്ത് കൊത്തി വലിച്ചെടുത്തിരിക്കും. എന്താടാ, ആ പെണ്ണ് നിന്നെ പറ്റിച്ചിട്ട് പോയോ? പോകാനോ? എവിടെ പോകാൻ? DK അവളെ മോഹിച്ചിട്ടുണ്ടെങ്കിൽ അവളെ സ്വന്തമാക്കുക തന്നെ ചെയ്യും. ഒരുത്തനും ഒറ്റയ്ക്ക് തിന്നാൻ അവളെ ഞാൻ വിട്ടു കൊടുക്കില്ല. അത്രയും പെട്ടെന്ന് വിട്ടുകളയാൻ പറ്റുന്ന ഒന്നല്ല അവളെനിക്ക്. അതെനിക്ക് അറിയാലോ. അതുകൊണ്ടല്ലേ എന്നെ പോലും കാണിക്കാതെ നീ ആ മുതലിനെ ഇങ്ങനെ പൊത്തി പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്. അതെന്തേലും ആവട്ടെ, ആ വിശ്വനാഥൻ വിളിച്ചിരുന്നു ചരക്കിന്ന് എത്തില്ല എന്ന് പറയാൻ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവനുമായുള്ള ഡീലിങ്സ് നമുക്കിനി വേണ്ടാന്ന്, അവനെ അങ്ങ് തീർത്തേക്കാന്ന്. തീർക്കാടാ. അതിനു മുമ്പ് എനിക്ക് അവനെ കൊണ്ട് ചില ആവശ്യങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ പറഞ്ഞയക്കും ഞാൻ അവനെ.
മാർട്ടിൻ, ഇവിടുത്തെ ഡീലിങ്സ് കഴിഞ്ഞാലുടൻ നമുക്ക് ബ്രസീലിലേക്ക് പോകണം. MDM നമ്മളെ അന്വേഷിക്കുന്നുണ്ട്. വാട്ട്? യെസ്, അയാൾ നമ്മുടെ അടുത്ത് എത്തും മുമ്പേ നമുക്ക് ഇവിടെ നിന്ന് പോണം. നിനക്കറിയാലോ അയാൾ ആരാണെന്ന്. അധോലോക രാജാക്കന്മാരിൽ ഒന്നാമനാണ് അയാൾ. ചക്രവർത്തി എന്ന് തന്നെ പറയും. ഈ 3 വർഷം അയാൾ ഇത് എവിടെയായിരുന്നോ എന്തായിരുന്നോ നമുക്കറിയാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ അയാൾ പഴയതിലും ശക്തിയെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. അത് നമുക്ക് നല്ലതിനല്ല. അയാള് നമ്മളെ തേടി വരും. MDM. He is more dangerous than us. The brutal mafia king in the world. മനേട്ട, ഏട്ടൻ എപ്പോഴാ ബാംഗ്ലൂർക്ക് പോകുന്നേ? തീരുമാനിച്ചില്ലടി. നീ എവിടെ പോകുവോ? ബാംഗ്ലൂർക്ക്. ഞങ്ങളുടെ ബാച്ച് അവിടെ ഒരു റീയൂണിയൻ വിളിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം മുമ്പ് നെച്ചുവാ വിളിച്ച് പറഞ്ഞത്. നിരൂപന്റെ ബാച്ചിനും ഉണ്ട്. അപ്പോ നീ പോകുന്നുണ്ടോ? പോണോന്നോർത്താ ഇരിക്കുന്നത്. നിച്ചുവേട്ടനും അവന്മാരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോ അവരും വരുന്നുണ്ടോ? അവര് മാത്രല്ല, കുക്കും സ്മൃതിയേട്ടത്തിയും പോകുന്നുണ്ട്. ഇന്നലെ ഞാൻ അപ്പച്ചിയെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പം അപ്പച്ചി പറഞ്ഞായിരുന്നു. എന്ത്? നിച്ചേട്ടനും നിരൂപേട്ടനും ബാംഗ്ലൂർക്ക് പോകുന്ന കാര്യം. ഓ, എന്നാ റീയൂണിയൻ? സൺഡേ അല്ല ഏട്ടാ? ആ അതെ. നിരൂപേട്ടനും നരചനേട്ടനും വെള്ളിയാഴ്ച പോകും ഇവിടുന്ന്. കുക്കും സ്മൃതിയേട്ടത്തിയും ശനിയാഴ്ച വൈകിട്ടേ പോകുള്ളൂ എന്നാ പറഞ്ഞത്. അതെന്താ? ആ, ഏട്ടന്മാർക്ക് രണ്ടാൾക്കും ഒരു മെഡിക്കൽ കോൺഫറൻസ് ഉണ്ട് ശനിയാഴ്ച ഡൽഹിയിൽ വെച്ച്. അവര് കോൺഫറൻസ് കഴിഞ്ഞ് നേരെ ബാംഗ്ലൂർക്ക് പോകും. അപ്പോ കുക്കും ഏട്ടത്തിയും കൂടി ശനിയാഴ്ച നൈറ്റ് ബാംഗ്ലൂർക്ക് പോകും. ഏട്ടത്തി പ്രഗ്നന്റ് അല്ലേ? അപ്പോ എങ്ങനെയാ? ആ, ഫ്ലൈറ്റിനല്ലേ പോകുന്നത്, പിന്നെന്താ പേടിക്കാനാ, അല്ല അച്ഛാ? അതെ അതെ. നരഞ്ജന നിരൂപവും വെള്ളിയാഴ്ച ഇവിടെ നിന്ന് പോകും. അപ്പോൾ ചരക്ക് പുറത്ത് കടത്താം. ശനിയാഴ്ച അവളുമാര് രണ്ടും എയർപോർട്ടിൽ പോകും വഴി കൃതികയെ പിടിച്ചുകൊണ്ടുപോയി മാർട്ടിന് കൊടുക്കാം. പിന്നെ ആ കബോഡിയൻ ഡീല് എനിക്ക്. അച്ഛന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത്? എന്തോ ഉണ്ടല്ലോ. ശനിയാഴ്ച രാത്രി അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രി ചരക്ക് ഹാർബറിൽ എത്തിച്ചിരിക്കണം. പിന്നെ നിനക്ക് വേറൊരു ജോലി കൂടിയുണ്ട്. അച്ഛൻ ഇതെന്താ ഈ പറയുന്നത്? ആരോടാ സംസാരിക്കുന്നത്? ശനിയാഴ്ച രാത്രി ആ നരഞ്ജന്റെ ഭാര്യയെ പോക്കണം നമുക്ക്. അവര് എയർപോർട്ടിലേക്ക് പോകും വഴിക്ക് ആ ആളൊഴിഞ്ഞ ബസ് സ്റ്റോപ്പില്ലേ, അവിടെ വെച്ച് മതി. അവിടെ ആകുമ്പോൾ CCTV ഇല്ല. ഇനിയുള്ള കാര്യങ്ങള് ഞാൻ വന്നിട്ട് പറയാം, നീ വെച്ചോ. അച്ഛൻ കൃതിക എന്ത് ചെയ്യാൻ പോവാ? ഇല്ല, പാടില്ല. മധുവിന് സംഭവിച്ചത് ഇനി കൃതികയ്ക്ക് സംഭവിക്കാൻ പാടില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. അവളെ എനിക്ക് രക്ഷിക്കണം. താങ്ക്സ് ഫോർ യുവർ ഇൻഫോർമേഷൻ ആൻഡ് ബി കെയർഫുൾ സ്വീറ്റ് ഹാർട്ട്. കിച്ചേട്ടാ, ഇനി വല്ല എടുത്തു വെക്കാനുണ്ടോ? ഇല്ല മോളെ, ഇത് മതിയടി. ഫോൺ എടുത്തോ? എടുത്തു. കുക്കു നടക്കാൻ പോകുന്നത് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. സത്യം ആരുടെ കൂടെ നിൽക്കുമെന്ന് അറിയില്ല. എങ്കിലും ഞാൻ നിനക്ക് വാക്ക് തരാം, നരജനെ കൊന്നിട്ടല്ലാതെ കൃതികയുടെ മേലിൽ ഒരു നുള്ളു മണ്ണ് പോലും ആരും വാരിയിടില്ല. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല. ഐ വിൽ മിസ് യു. മിസ് യു മോർ. ഈശ്വര, എന്റെ കുക്കുവിനെ കാത്തോളണേ. 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അതിനെന്തിനാ ഇത്ര സങ്കടം? സങ്കടം മാറാൻ ഞാനൊരു സാധനം തരട്ടെ? എന്താ? വരുന്നവരെ എന്നെ ഓർക്കാൻ വേണ്ടിയാട്ടോ. ബാക്കി വന്നു കഴിഞ്ഞിട്ട് തരാം. ഏട്ടാ. എന്താ ശ്രുതി? ഇറങ്ങാറായല്ലേ? ആ ഇറങ്ങുവാ. ഞാൻ വിളിച്ചോളാട്ടോ. ഏട്ടാ. എന്താടാ? എല്ലാം നന്നായിട്ട് തന്നെ അവസാനിക്കായിരിക്കുമല്ലേ? എല്ലാം നന്നായിട്ട് വരും. അങ്ങനെ പ്രാർത്ഥിക്കാം നമുക്ക്. നമ്മുടെ കുഞ്ഞ് അവൻ കുരുത്തക്കേടൊന്നും കൂടാതെ അവന്റെ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും, അവന്റെ ചെറിയമ്മയ്ക്ക് വേണ്ടി. എല്ലാം നന്നായി തന്നെ വരുമായിരിക്കുമല്ലേ? സ്മൃതി, ഇങ്ങോട്ട് നോക്ക്. എന്റെ കണ്ണിലേക്ക് നോക്ക്. പേടിയുണ്ടോ തനിക്ക്? ചെറുതായിട്ട്.
എല്ലാം ഭംഗിയായി തന്നെ വരും. നിനക്കോ നമ്മുടെ കുഞ്ഞിനോ ഒന്നും സംഭവിക്കില്ല. ഇത് നിരൂപന്റെ വാക്ക. മക്കളെ, നേരായി ഇറങ്ങുന്നില്ലേ? ആ വരുന്ന അച്ഛാ. പോട്ടേടോ ഞാൻ. പോയിട്ട് വാ. ഇറങ്ങാടാ നമുക്ക്. ആ ഏട്ടാ, വാ. സൂക്ഷിച്ച് പോയി വാ മക്കളെ. ആ അമ്മേ. ഇനി വെറും 36 മണിക്കൂർ മാത്രം. കണക്കുകൾ അവസാനിക്കാനും ഭൂമിയിലെ എന്റെ കാലാവധി തീരാനും. മധു, 3 വർഷമായി എന്നിൽ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഴയുണ്ട്. അത് നീയാണ്. ഇന്നത്തോടെ ആ മഴയ്ക്കൊരു ശമനം ഉണ്ടാകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നീ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എങ്കിലും മധു, ഞാൻ ആദ്യമായി ആവശ്യപ്പെടുകയാണ്. നിന്റെ മരണത്തിന്റെ കാരണക്കാരിലേക്കുള്ള ഞങ്ങളുടെ ഈ യാത്രയിൽ എൻ്റെ കുക്കുവിനോ ഏട്ടത്തിക്കോ ഞാൻ സ്നേഹിക്കുന്ന ആർക്കും ഒരാപത്തും വരുത്തരുത്. ഇതെന്റെ അപേക്ഷയല്ല, നിന്നോടുള്ള എൻ്റെ പ്രാർത്ഥനയാണ്. കൂടെ ഉണ്ടാവണം നീ. ഈ കഥയുടെ തുടക്കവും ഒടുക്കവും ഞാനല്ല നനജ. നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഴയാണ്. അറിയില്ല ഇനി എന്താ സംഭവിക്കുന്നതെന്ന്. പക്ഷേ ഞാൻ ശ്രമിക്കും. എൻ്റെ വാവയ്ക്ക് വേണ്ടി, എൻ്റെ നിരഞ്ജന് വേണ്ടി, ഒരുപാട് മോഹിച്ചിട്ടും കിട്ടാതെ പോയ ആ കുടുംബത്തിന് വേണ്ടി മധു ഒരു പേമാരിയായി തന്നെ പെയ്തിറങ്ങും. നരഞ്ച, ഏട്ടാ, എന്താടാ ഇവിടെ നിൽക്കുന്നേ? ഏയ്, ഞാൻ വെറുതെ എനിക്കെന്തോ വല്ലാത്തൊരു പേടി. നമ്മുടെ പ്ലാനിൽ ഒരു ചെറിയ പിഴവെന്തെങ്കിലും വന്നാൽ ഏട്ടത്തെയും കുക്കുവും. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കെ. മധുവിന്റെ മരണത്തിലെ ആ കടങ്കഥ നമുക്ക് അറിഞ്ഞേ തീരൂ. എല്ലാം ഭംഗിയായി തന്നെ തീർന്നാ മതിയായിരുന്നു. ഈശ്വര, ജോൾസൺ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ കുക്കുവിന്റെ നരജന്റെ ജീവിതത്തിലെ വലിയ പരീക്ഷണം അത് ഇതുതന്നെയാണ്. എന്റെ കുട്ടികളെ കാത്തോണ്ടേ ദൈവമേ. ഏട്ടത്തെ വിളിച്ചായിരുന്നോ ഏട്ടാ? ആ, സ്മൃതി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. ദിവാകരേട്ടൻ അവരെ രണ്ടാളെയും എയർപോർട്ടിൽ കൊണ്ടാക്കും. അച്ഛനോടും അമ്മയോടൊന്നും നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. അതിനി പ്രശ്നമാകുമെന്നാ. ഇന്ന് രാത്രി അവരും എല്ലാം അറിയും. പക്ഷേ സ്മൃതിയും കുക്കും അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം മാത്രം. എങ്ങനെ? അതൊക്കെ സ്മൃതി ചെയ്തോളും. ഞാനെല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കെ. ഈ ഭൂമിയിലെ എന്റെ അവസാനത്തെ ദിവസം ഇന്നാണ്. ഈയൊരു പകൽ ഇരുട്ടി വിളക്കുമ്പോൾ മാതൃവർമ്മ എന്ന ആത്മാവ് ഈ ലോകത്തോട് വിട പറയും. അതിനു മുമ്പ് എനിക്ക് അവനെ കാണണം. ഒപ്പം അവരെ, മഴ എന്ന് പേരിട്ട് ഈ കഥയ്ക്ക് ജീവൻ നൽകിയ ആ 7 പേരെ. ഈ ഒരു ജന്മത്തിൽ ഊരും പേരും അറിയാതെ എവിടെ നിന്നോ എന്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയ മഴവില്ലുകൾക്ക് നന്ദി. നിറങ്ങളേഴും ചാലിച്ച് ജീവിക്കാനും സ്നേഹിക്കാനും പഠിപ്പിച്ചതിനും സംഗീതത്തിനും സ്വപ്നത്തിനും അതിർവരമ്പുകളില്ല എന്ന് കാട്ടിത്തന്നതിനും കൂടെ താങ്ങായി നിന്നതിനും ചിരിപ്പിച്ചതിനും ചിന്തിപ്പിച്ചതിനും ചേർത്ത് പിടിച്ചതിനും 1000 നന്ദി. ഹേ മധു, കൊറിയൻ പ്രേതമേ, എന്ന് നീ വരുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞായിരുന്നു. ഇന്നെന്റെ അവസാനത്തെ ദിവസമല്ലേ. പ്രിയപ്പെട്ടവരെയൊക്കെ ഒന്ന് പോയി കാണണമെന്ന് തോന്നി. അങ്ങനെ നോക്കുമ്പം അവരും എനിക്ക് പ്രിയപ്പെട്ടതല്ലേ. നിനക്ക് മാത്രല്ല, അവരെ സ്നേഹിച്ചു നിൽക്കുന്ന എല്ലാവർക്കും അവര് പ്രിയപ്പെട്ടതാണ്. ബൊറാഹേ. ബൊറാഹേ. ആ മതി മതി, സെന്റി ഒന്നും ഇങ്ങോട്ട് വേണ്ട. ഇത് നമ്മുടെ ലാസ്റ്റ് മൊമെന്റ്സ് അല്ലേ. ഇങ്ങ് വന്നേ, നമുക്ക് അടിച്ചു പൊളിക്കാം. കഴച്ചിലൊന്നും വേണ്ട കേട്ടോ. ശരി, വാ.
എനിക്ക് പോകാനുള്ള സമയമായി. I'm really gonna miss you. Let's meet again, Madhu. ഐ വിൽ മിസ് യു ടു. ഗുഡ് ബൈ. Bye. കുക്കു, ഇറങ്ങിയാലോ നമുക്ക്? 10 മണിക്കാ ഫ്ലൈറ്റ്. ആ പോകാം ചേച്ചി. അച്ഛ, അമ്മ, ഞങ്ങൾ എന്താ ഇറങ്ങുവാ? ഒറ്റയ്ക്ക് പോകണ്ട, ഞങ്ങളും വരാം. ഇവര് വന്നാല് കാര്യമൊന്നും നടക്കില്ലല്ലോ. ആ അച്ഛ, ദിവാകരേട്ടൻ വരുന്നുണ്ടല്ലോ, നിങ്ങൾ വരണ്ട. അതൊന്നും വേണ്ട, നിങ്ങള് ദിവാകരേട്ടന്റെ കൂടെ കാറിൽ കയറിക്കോ. ഞങ്ങള് പിന്നാലെ ജയന്റെ കാറിൽ വരാം. ആ ശരി അച്ഛ. ഇവരെ ഒരു കാരണവശാലും കൂടെ കൊണ്ടുപോകാൻ പാടില്ല. പ്ലാൻ എല്ലാം കുളമാവും. എന്താ ഇപ്പൊ ഒരു വഴി? ചേച്ചി വാ. ആ വരുന്നു. സീമേ വാടി, നമുക്കും പോകാം. ജേട്ടാ പോകാം. ആ പോകാം, വാ. പോകാം മക്കളെ. പോകാം. അയ്യോ, ദേ ടയറിന് കാറ്റില്ല. ജീവ, നിന്റെ വണ്ടി എടുക്ക്. എടാ, അതിന് ബ്രേക്ക് ഇല്ല. കുട്ടികളുടെ വണ്ടിയോ? അതിന്റെ താക്കോല് അവന്മാരുടെ കയ്യില. സ്മൃതിമോളുടെ മെസ്സേജോ? വിശ്വനാഥൻ സാർ, ആ പെൺകുട്ടികൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ മക്കളെ, ബോണറ്റ് ചൂടായതാ. ഞാൻ കുറച്ച് വെള്ളം കിട്ടുമെന്ന് നോക്കട്ടെ. നിങ്ങൾ ആ ബസ് സ്റ്റോപ്പിൽ പോയിരുന്നോ? ഇനി ഞാൻ വരാൻ ലേറ്റ് ആയാല് വല്ല ടാക്സിയും വിളിച്ചു പൊയ്ക്കോ. ആ ശരി, ചേട്ടൻ പോയിട്ട് വാ. കുക്കു വാ, നമുക്ക് ഇറങ്ങി നിക്കാം. ശരി ചേച്ചി. മനുവേട്ടൻ. കൃതി, കൃതി, ഇവിടെ നിൽക്കരുത്, പ്രശ്നമുണ്ട്. വാ, ഇവിടെ നിൽക്കണ്ട. നിങ്ങൾ വാ, വാ എന്റെ കൂടെ. കൃതി വാ, പോകാം. വാവേ, പൊയ്ക്കോ വേഗം. എന്റെ തല. കൃതി, ഇവിടെ നിന്നാലും ശരിയാവില്ല. എന്റെ കൂടെ വാ. ഏട്ടത്തി വാ. മനുവേട്ട, എന്തൊക്കെയാ പറയുന്നത്? അതൊക്കെ ഉണ്ട്, നിങ്ങൾ വാ. അമ്മേ. ഇത് ഞാൻ. നീ എങ്ങനെയാടാ ഇവിടെ എത്തിയത്? പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചത്? അന്ന് അവളെ കൊന്ന പോലെ ഇവളെ കൊന്നു കളയാന്നോ? ഞാൻ ജീവിച്ചിരിപ്പോട്ടെ അതിന് സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? ഡാ, പിടിച്ചു കേട്ടടാ അവളെ. കൃതി, ഇവിടെ നിന്ന് പൊയ്ക്കോ. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓടിപ്പോ കൃതി. വാവേ, വാവേ, വാ വാവേ, നമുക്ക് പോകാം. വാവേ, വരാൻ വാ. ചേച്ചി, പോകാം വാവേ, വേഗം വാ. ഇല്ലില്ല, അവര് നിന്നെ കൊല്ലും. എന്റെ തല വെട്ടി പൊളയുന്ന പോലെ. ഈശ്വരാ, വാ വാവേ. ഡാ, എന്ത് നോക്കി നിക്കോടാ? പോയി പിടിക്കടാ അവളെ. വേഗം ഓടി വാ വാവേ. നിക്കടി അവിടെ. എന്നെ വിട്. ചേച്ചി, അച്ഛ, അവരത് ചെയ്യരുത് പ്ലീസ്. ഏട്ടത്തെ ഗർഭിണിയാ. വിട്, ഏട്ടത്തെ വിട് പ്ലീസ്. വാവേ, പൊയ്ക്കോ. ഓടി പൊയ്ക്കോ വാവേ. എന്നെ നോക്കണ്ട, നീ പൊയ്ക്കോ. പ്ലീസ്, അവളൊന്നും ചെയ്യരുത്. ഞാൻ എന്ത് വേണോ ചെയ്യാ. അവളൊന്നും ചെയ്യല്ലേ. കൃതി, പൊയ്ക്കോ. വാവേ, പോ. കൃതി, നീ എന്റെ ചേട്ടനല്ലേ? എന്റെ ചേച്ചിയെ കൊന്നത്. എവിടെയാണ് നായ? അവന്മാര് പറയണം.
അതിന് നീ ജീവനോടെ ഉണ്ടായിട്ട് വേണ്ടേ? തല്ലിക്കൊല്ലടാ മൂന്നെണ്ണത്തിനെ. തനിക്ക് ചൊണ ഉണ്ടെങ്കിൽ ഒന്ന് തൊട്ട് നോക്കടോ. നിരൂപേട്ടൻ, നിരഞ്ജനേട്ടൻ, നിരഞ്ജന നിരൂപം. ഞെട്ടണ്ട, ഞങ്ങള് തന്നെയാ ഡൽഹിയിൽ നിന്ന് ഇപ്പൊ ലാൻഡ് ചെയ്തതേ ഉള്ളൂ. താൻ ഇവരെ കൊല്ലുന്നതൊന്ന് നേരിൽ കാണാൻ വന്നതാ. മിസ്റ്റർ വിശ്വനാഥ മേനോൻ, യു ആർ അണ്ടർ അറസ്റ്റ്. എന്തിന്? ഇവരെ അപായപ്പെടുത്താൻ ശ്രമിച്ചതിന്. ബാക്കി കേസ് ഞാൻ പിന്നാലെ ചാർത്തിക്കൊള്ളാം. ഡോ, ഇയാളെ പിടിച്ച് വണ്ടി കയറടോ. അമ്മാവൻ എന്ന് വിളിച്ചു പോയി. മനുവിന്റെ അച്ഛനായി പോയി. ഇല്ലെങ്കിൽ ചെത്തി കണ്ടിച്ച് പൊട്ടിക്കിട്ടു കൊടുത്തേനെ ഞാൻ തന്നെ. നരഞ്ജ, എന്നെ അകത്താക്കിയത് കൊണ്ട് ഈ കളി തീരാൻ പോകുന്നില്ല. നിനക്കൊരിക്കലും രോമത്തിൽ പോലും തൊടാൻ കഴിയാത്തവർ പുറത്തുണ്ട്. അവർ ഇവളുടെ കാര്യം നോക്കിക്കോളും. ഇവളെ ജീവിച്ചിരുന്നാലല്ലേ നിന്റെ മറ്റവളുടെ കേസ് പുറത്തു വരുള്ളൂ. ചേച്ചേ, വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ നീ ഞങ്ങളുടെ തലയിൽ കയറുവാണോ? അമ്മാവൻ കൂടുതൽ ഷോ ഒന്നും ഇങ്ങോട്ട് ഇറക്കണ്ട. അമ്മാവന്റെ കൂട്ടുകാർക്കുള്ള പണിയെ പിന്നാലെ ഞങ്ങൾ കൊടുത്തോളാം. ഇപ്പൊ വാ, നമുക്ക് സെൻട്രൽ ജയിലിൽ പോയി റെസ്റ്റ് എടുക്കാം. കുറെ ക്ഷീണിച്ചതല്ലേ. ഇയാളെ കൊണ്ടുപോടോ. ഓക്കെ സാർ. സ്മൃതി, തനിക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ല ഏട്ടാ, ഞാൻ ഓക്കെയാണ്. കിച്ചേട്ടാ, കുക്കു, വാവേ, ഇനി ചേച്ചിക്ക് കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. എല്ലാവരോടും ഉണ്ടായ സത്യങ്ങള് എന്റെ മോള് പറയണം, എനിക്ക് വേണ്ടി, പ്ലീസ്. മധുരേച്ചി, കൃതികയ്ക്ക് ബോധം വീണിട്ടുണ്ട്. ഓക്കെ ഡോക്ടർ. കുക്കു, കിച്ചേട്ടാ, മോളെ കരയാതെടി. ഏട്ടാ, എന്റെ മധുരേച്ചി, എന്റെ ചേച്ചിയാവുമാര്. ഏട്ടന് മനസ്സിലാവും. മോള് വിഷമിക്കാതെ. ഇല്ല, ഞാൻ വിഷമിക്കില്ല ഏട്ടാ. ഇനി വിഷമിക്കേണ്ടത് അവന്മാരാ, എന്റെ ചേച്ചിയെ ഇല്ലാതാക്കിയവര്. നീ എന്താ പറഞ്ഞേ? വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്റെ ലൈഫിലേക്ക് വന്നു കയറിയതാണ് മാധുരേച്ചി. അല്ല, എന്റെ മാത്രം മധുവേച്ചി. മറ്റാരും അങ്ങനെ വിളിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമായിരുന്നില്ല. എപ്പോഴും വായാടിത്തരം കാണിച്ച് എനിക്കൊപ്പം എന്റെ സകല തോന്നിവാസത്തിന് കൂട്ടു നിൽക്കുന്ന എന്റെ കുറുമ്പി ചേച്ചി, കുപ്പിച്ചില്ല് പൊട്ടിത്തെറിച്ച് പോലൊരു പെണ്ണ്, അതായിരുന്നു എന്റെ ചേച്ചി. ചേച്ചി എന്ന് പറയുമ്പോൾ കുറഞ്ഞു പോകും. എനിക്ക് പലപ്പോഴും അവരെന്റെ അമ്മയായിരുന്നു, കൂട്ടുകാരിയായിരുന്നു, സഹോദരിയായിരുന്നു. ഒരു വീട്ടിലെ എല്ലാ ആളുകളുടെ റോളും ഒന്നിച്ച് ചെയ്യാൻ കഴിയുന്ന എന്റെ പ്രഷ്യസ് സ്റ്റോൺ ആയിരുന്നു എന്റെ ചേച്ചി. ചേച്ചിയുടെ അച്ഛനും അമ്മയ്ക്കും ഞാൻ സ്വന്തം മോളെ പോലായിരുന്നു. ഇടയ്ക്കൊക്കെ അവര് ഞങ്ങൾക്കൊപ്പം വന്ന് താമസിക്കുമായിരുന്നു. ഒരു പക്ഷേ ചേച്ചിയേക്കാൾ കൂടുതൽ ആ അച്ഛനും അമ്മയും എന്നെ സ്നേഹിക്കുന്നുണ്ടോന്ന് പോലും ഞാൻ ഓർത്തിട്ടുണ്ട്. പലപ്പോഴും വീട് എനിക്ക് മിസ് ചെയ്യാതെ ഇരിക്കാനുള്ള ഒരേ ഒരു കാരണം മധുരേച്ചി എന്റെ കൂടെ ഉള്ളതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ രണ്ടാളുടെയും കൂട്ടിലേക്ക് ചിരിയോടെ കയറി വന്ന ആളാണ് മനുവേട്ടൻ. പിന്നെ ഞങ്ങളുടെ കാലമായിരുന്നു ദോസ് ബ്യൂട്ടിഫുൾ മൊമെന്റ്സ്. പക്ഷെ എല്ലാം പെട്ടെന്ന് തന്നെ കീഴ്മേൽ മറിഞ്ഞു. ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് പിന്നീട് അങ്ങോട്ട് നടന്നത്. അമ്മാവനെ വയ്യാന്ന് പറഞ്ഞ് മധുരേച്ചി എന്നെ ബാംഗ്ലൂർ നിർത്തി നാട്ടിലേക്ക് പോയ അന്ന്. ഓഹ്, ഏത് പൊട്ടന ഈ നേരത്ത് ബെല്ലടിച്ചത്? ഓയ്, ഹലോ. ഓഹോ, വാനരനായിരുന്നോ? എടി പെണ്ണെ, ഒന്നുമില്ലേലും നിന്നെക്കാൾ കുറച്ച് വയസ്സ് മൂത്തതല്ലേടി ഞാൻ. അതിന്റെ ബഹുമാനം കാണിക്കുവെണ്ണേ. ഓഹോ, എങ്ങനെ കാണിക്കണം? മുണ്ടിന്റെ മടക്കഴിച്ചിട്ട് ബഹുമാനം കാണിക്കണോ അതോ? അയ്യോ എന്റെ പൊന്ന് കൃതിമോളെ, നീ മുണ്ട അഴിച്ചിടുകയും വേണ്ട, ബഹുമാനിക്കുകയും വേണ്ട. ചേട്ടായി താങ്ങൂല. അല്ല, ഇതെന്താ പരിപാടി?
ചേച്ചി പോയില്ലേ? വല്ലതും വെച്ചുണ്ടാക്കി തിന്നണല്ലോ എന്നോർത്ത് അടുക്കളയിൽ ഒരു അംഗത്തിന് കയറിയതാ, പക്ഷെ ഒന്നും ആയില്ല. അല്ല സാറെന്താ ഈ ബുക്കൊക്കെ ആയിട്ട്? അടിപൊളി. ആ പിന്നെ ബുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. പിന്നെ നീ ഇവിടെ ഒറ്റയ്ക്കാണെന്ന് മധു വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോ ഒരു കമ്പനി തരാലോ എന്ന് ഓർത്ത് വന്നതാ. അല്ല നിനക്ക് വിശക്കുന്നുണ്ടോ? നന്നായിട്ട് വിശക്കുന്നുണ്ട് ചേട്ടായി. ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ എന്തേലും വെച്ചുണ്ടാക്കി തരാം. ഉണ്ടാക്കി തരുമെങ്കിൽ 1 മണിക്കൂർ വേണേലും ഞാൻ വെയിറ്റ് ചെയ്യാം. എങ്കില് വാ. ചേട്ടായിയുടെ ഫോൺ ഒന്ന് തന്നേ. ദാ. അപ്പോ ഇതിലൊന്നും ഇല്ലേ? എന്ത്? അല്ല നിങ്ങൾ ഈ ആമ്പിള്ളേര് ഫോണൊക്കെ ചോദിച്ചാല് തരാനൊന്നും മടിക്കുമല്ലോ. ഇത് പെട്ടെന്നെടുത്ത് തന്നോണ്ട് ഇതില് കാര്യമായിട്ടൊന്നും ഇല്ലേ? സാധാരണ മനുഷ്യന് വേണ്ടതൊക്കെ അതിലുണ്ട്. നീ എടുത്ത് നോക്കിക്കോ. നിനക്കറിയാൻ പാടില്ലാത്ത സീക്രട്ട് ഒന്നും എന്റെ ലൈഫിൽ കാണില്ല. ഇതിലെ കോണ്ടാക്ട്സ് മുഴുവൻ പെണ്ണുങ്ങളാണല്ലോ. വലിയ കാമദേവനാണല്ലേ? ആയിരുന്നു, ഇപ്പോഴല്ല. ഈശ്വര, എന്തോരം പ്രപ്പോസൽസാ ചേട്ടായിക്ക് വന്ന് കിടക്കുന്നത്. ഒരെണ്ണത്തിന് അങ്ങ് സെറ്റ് ആക്കാൻ മേലായിരുന്നോ? അതിനൊക്കെ ഇനി സമയമുണ്ട്. നീങ്ങ് വാ, ഫുഡ് കഴിക്കേ. ആഹാ, ഇത്ര പെട്ടെന്ന് ഫുഡായോ? നീ കഴിക്കേ. വാ, എന്താ ടേസ്റ്റ്. ചേട്ടായി കിട്ടുന്ന പെണ്ണ് ലക്കി ആട്ടോ. എങ്കില് അത് നിനക്കായിക്കൂടെ ആ ലക്കി ഗേൾ. നീ കഴിക്കേ, എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. നാളെ എനിക്കൊരു സപ്ലൈ എക്സാം ഉണ്ട്. ഓക്കെ. ആഹാ, ഉറങ്ങിയോ? ഉറങ്ങിക്കോട്ടെ. ചേട്ടായി പോയില്ലേ? ഇല്ല, നീ എണീറ്റിട്ട് പോകാന്നോർത്തു. ഇതെന്താ നോക്കുവോ ഫോണില്? ഏയ്, ഞാൻ വെറുതെ ഗാലറി കൂടെ ഒന്ന് പരതി നടക്കുമായിരുന്നു. കാണിച്ചേ നോക്കട്ടെ ഞാൻ. ഇതാരാ ചേട്ടായി? ഏത്? ആ ഇതോ, അതെന്റെ അപ്പച്ചീന്റെ മോന നരഞ്ജൻ. ആ നിനക്കറിയില്ലേ നിന്റെ മധുവേച്ചിയുടെ ആളെ? മധുവേച്ചിയുടെ ആളോ? ആ, നിന്റെ മധുവേച്ചിയും ഇവനും കുറെ നാളായിട്ട് ഇഷ്ടത്തിലാ. നിനക്കറിയില്ലായിരുന്നോ? അത് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പേരും ഫോട്ടോയൊന്നും കാണിച്ചിട്ടില്ല. ആ, അതിലുണ്ട് അവരുടെ ഒന്നിച്ചുള്ള ഫോട്ടോ. ചേട്ടനപ്പോ എന്റെ ചേച്ചിയാണോ ഇഷ്ടം? നോക്ക്, രണ്ട് തമ്മിലും മുടിഞ്ഞ പ്രേമ. ആർക്ക് കണ്ടാലും ഒരു കുശുമ്പൊക്കെ തോന്നും. ഇവര് ഒരുപാട് നാളായിട്ട് ഇഷ്ടത്തിലായിരുന്നോ? നിനക്ക് കേൾക്കണോ അവരുടെ കഥ? പറയൂ. ആ, അതിനെന്താ, പറയാലോ. குளத்தாங்கரையில குளிக்கும் பறவைகள் சிறகு முளைக்குமே துளிக தெரிக்குமே முன் கோவம் எடுத்து முந்தானி எடுத்து நீ மெல்ல தொடக்க நான் நினைக்க இது போதும் எனக்கு இது போதுமே வேறென்ன வேணும் நீ போதுமே இது போதும் எனக்கு இது போதுமே வேறென்ன வேணும் நீ போதுமே மூங்கில் தோட்டம் மூலிய வாசம் நிறைஞ்ச மோரம் நீ பாடும் கீதம் ഇതാണ് ഇവരുടെ കഥ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഇവരുടെ കഥ കേട്ടിട്ട് എനിക്ക് പോലും കൊതി തോന്നുന്നു.
ഇത് പ്രായത്തിന്റെ പെണ്ണെ, ശരിയാവും. അപ്പൊ ശരി, ഞാൻ ഇറങ്ങട്ടെ. എന്തേലും ഉണ്ടേല് എന്നെ വിളിക്കണം കേട്ടോ. ആ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സോ ഇറ്റ്സ് ഓവർ അല്ലേ? ഒരു വാക്ക് പോലും പറയാതെ, ഒരു പ്രതീക്ഷയും തരാതെ നിരഞ്ജൻ മേനോൻ കുക്കുവിന്റെ അടുക്കൽ നിന്ന് പോയി. കാത്തിരിക്കണം എന്ന വാക്കില് പിടിച്ചു തൂങ്ങിയത് ഞാനാ. ഈ പെയ്യുന്ന മഴ പോലെ അതും വെറുതെയായി. പക്ഷെ സങ്കടം തോന്നുന്നില്ല, കാരണം ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റിനാണ് നിരഞ്ജനേട്ടൻ കണ്ടുപിടിച്ചത്. എന്റെ മധുവേച്ചിയേക്കാൾ ഒരു ബെറ്റർ ഓപ്ഷൻ നിരഞ്ജനേട്ടൻ എനിക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാ, 100% ഹാപ്പി. ചില തിരക്കുകൾ കാരണം മനുവേട്ടന് പിന്നെ ഫ്ലാറ്റിലേക്ക് വരാൻ പറ്റിയില്ല. എങ്കിലും മിക്കവാറും ഫോൺ ചെയ്യുമായിരുന്നു. ഏകദേശം 10-15 ദിവസം കഴിഞ്ഞ് മധുവേച്ചി തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ടും ചേച്ചി ശരിക്കും ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. എപ്പോഴും ലാപ്ടോപ്പായിട്ട് ഇരിക്കുന്നതും ബുക്സ് റെഫർ ചെയ്യുന്നതും കാണായിരുന്നു. അങ്ങനെ ഒരു ദിവസം, മധുവേച്ചി എന്താ വാവേ, ചേച്ചിക്ക് എന്താ പറ്റി? പഴയ ഉഷാറൊന്നുമില്ലല്ലോ, എപ്പോഴും ഭയങ്കര സീരിയസ് ആണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി? പ്രശ്നം ഉണ്ട് മോളെ. എന്തു പറ്റി ചേച്ചി? അമ്മാവനെ വയ്യാന്ന് അറിഞ്ഞ് ഇവിടുന്ന് ഞാൻ നാട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അമ്മാവൻ ICUലായിരുന്നു. ഒരു ഓപ്പറേഷനും കഴിഞ്ഞിരുന്നു. വെറുമൊരു ശ്വാസം മുട്ടലായി വന്ന ഒരാളെ പിടിച്ച് ഓപ്പറേഷൻ ചെയ്തപ്പോൾ മുതൽ എൻ്റെ സംശയങ്ങൾ CNC ഹോസ്പിറ്റലിനും അവിടുത്തെ മാനേജ്മെന്റിന് നേരെയും തിരിഞ്ഞു. ആ ഹോസ്പിറ്റലിലെ റിയൽ ഓണർ എൻ്റെ ഫ്രണ്ടിന്റെ അച്ഛനാണ്. അവരൊക്കെ ഇപ്പൊ വിദേശത്തായതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ കൈകാര്യം ചെയ്യുന്നത് അവന്റെ അമ്മാവനാണ്, വിശ്വനാഥൻ. അയാളൊരു പക്ക ഫ്രോഡാണ്. അമ്മാവന്റെ ഓപ്പറേഷൻ ആവശ്യമില്ലാത്തതായിരുന്നിട്ട് കൂടി അയാൾ നിർബന്ധിച്ചാണ് ഓപ്പറേഷൻ നടത്തിയത്. മാത്രമല്ല, ലോകത്തെങ്ങും ഇല്ലാത്ത ബില്ലും. ഞാൻ അവിടെ മുതലാണ് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഞാൻ അവരുടെ ഹോസ്പിറ്റലിൽ നടക്കുന്ന ഓരോ കാര്യവും വാച്ച് ചെയ്യാൻ തുടങ്ങി. ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അവിടെ കണ്ടത്. അയാൾക്ക് ഡ്രഗിന്റെ ബിസിനസ് മുതൽ പെൺകുട്ടികളുടെ ഓവം വിൽക്കുന്ന ബിസിനസ് വരെ ഉണ്ടായിരുന്നു. എല്ലാ ആഴ്ചകളിലും ഹോസ്പിറ്റലിലേക്ക് വരുന്ന ട്രക്കുകളിൽ മയക്കുമരുന്നുകളും നിരോധിച്ച ഗുളികകളും ഉണ്ടാവും. ചെറിയ അസുഖങ്ങൾക്ക് വരുന്നവരെ പോലും ആവശ്യമില്ലാതെ മെഡിക്കൽ ടെസ്റ്റുകൾ നടത്തി അയാൾ പല സർജറിക്കും വിധേയരാക്കുമായിരുന്നു. അയാൾക്ക് ഇതൊക്കെ ഒരു ബിസിനസ് ആയിട്ടാണ് കാണുന്നത്. ബിസിനസ്സോ? അവയവ കച്ചവടം. അപ്പോ ഇതൊക്കെ എങ്ങനെ നടക്കും? ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കില്ലേ? അതിനൊക്കെ കൂട്ടി നിൽക്കാനായിട്ട് കുറച്ച് ഡോക്ടേഴ്സും അയാൾക്ക് സ്റ്റാഫ്സും ഒക്കെ ഉണ്ട്. വലിയ വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഇല്ലാത്ത സാധാരണക്കാരെ അയാളെ ടാർഗറ്റ് ചെയ്യുന്നത്. അയാൾക്കെതിരെ കുറെ തെളിവുകൾ ഞാൻ കഷ്ടപ്പെട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്റെ ഫ്രണ്ട് വരുമ്പം അവനോട് എനിക്കെല്ലാം പറയണം. എന്നിട്ട് മെഡിക്കൽ കൗൺസിൽ അധികാരപ്പെട്ടവർക്ക് ഞാൻ ഈ തെളിവുകൾ കൈമാറും. അയാളെ ഞാൻ അഴി എണ്ണിക്കും. ഈ വിശ്വനാഥൻ ആരാണെന്ന് ബാവയ്ക്ക് അറിയാവോ? ആരാ ചേച്ചി? മനുവേട്ടന്റെ അച്ഛൻ. മനുവേട്ടന്റെയോ? പക്ഷെ മനുവേട്ടന് അച്ഛന്റെ തോന്നിവാസമൊന്നും അറിയില്ലാന്ന് തോന്നുന്നു. ഇപ്പോ അതാ എന്റെ ഏറ്റവും വലിയ ടെൻഷൻ. ചേച്ചി ടെൻഷൻ ആവാതെ, നരഞ്ജനേട്ടൻ കാനഡയിൽ നിന്ന് വരുമ്പോ നമുക്കെല്ലാം പറഞ്ഞു കൊടുക്കാം. നീ ഇപ്പോ എന്താ പറഞ്ഞേ? നിരഞ്ജന നിനക്ക്? ഞാൻ എല്ലാം അറിഞ്ഞ എന്റെ കള്ളി ചേച്ചി. മനുവേട്ടൻ എന്നോടെല്ലാം പറഞ്ഞു. ഇത്രയും നാള് എന്താ എന്നോട് പറയാതിരുന്നേ? വാവേ, ഞാൻ അത് പിന്നെ നിനക്ക് നിന്റെ ഡയറിയില് അതാ ഞാൻ. ഓഹോ, അപ്പൊ എന്റെ കള്ളിപ്പെണ്ണ് എന്റെ ഡയറി എടുത്ത് വായിച്ചല്ലേ? എന്നിട്ട് എങ്ങനെയുണ്ട് ഞാൻ എഴുതിക്കൂട്ടിയ വട്ടൊക്കെ? ഇഷ്ടായോ? വാവേ, ഞാൻ പറയുന്ന ഒന്നും പറയണ്ട. എന്നെക്കാളും നരജരത്ന ചേരുന്നത് ചേച്ചിയെ തന്നെയാ. ഞാനൊരു പൊട്ടിപ്പെണ്ണ് വെറുതെ എന്തൊക്കെ ആലോചിച്ചു കൂട്ടി. വാവേ, അത് നരജൻ വേണ്ട ചേച്ചി, ഒന്നും പറയണ്ട. മനുവേട്ടൻ നിങ്ങളുടെ കഥ പറഞ്ഞപ്പോ എനിക്ക് പോലും അസൂയ തോന്നിപ്പോയി. ചേച്ചി സ്നേഹിക്കുന്ന പോലെ ഒരിക്കലും എനിക്ക് നരജരത്നെ സ്നേഹിക്കാൻ കഴിയില്ല ചേച്ചി. പക്വതയില്ലാത്തൊരു പെണ്ണിന് ഒരു ചെറുക്കനോട് തോന്നുന്ന ഒരിഷ്ടം, അത്രേ ഉള്ളൂ. ഇത് ഞാൻ അങ്ങ് മറവിക്ക് വിട്ടുകൊടുത്തിരിക്കുക. കൃത്തികയുടെ ലൈഫില് നരഞ്ജൻ എന്നും ഒരു കളിക്കൂട്ടുകാരൻ മാത്രമായിരിക്കും. മനുവേട്ടൻ പറഞ്ഞ പോലെ എന്റെ ചേച്ചിയുടെ ആളാ നരഞ്ജനേട്ടൻ. വാവേ, എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഞാൻ പോയി കിടക്കട്ടെ. വാവേ, നിന്റെ ചങ്ക് പൊട്ടിപ്പിളരുന്നത് ഈ ചേച്ചിക്കറിയാം. മോള് മോഹിച്ചതൊന്നും ഈ ചേച്ചിക്ക് വേണ്ടടാ. ഒരു പ്രതീക്ഷയില്ലാതെ ഇപ്പോഴും നീ അവനെ കാത്തിരിക്കുന്നുണ്ടെന്നും അവന് വേണ്ടിയാണ് നീ ഇങ്ങോട്ട് വന്നതെന്നും എനിക്കറിയാം. നിന്നെ വേദനിപ്പിച്ചിട്ട് നിന്റെ ചേച്ചിക്ക് ഒന്നും വേണ്ട വാവേ. നരഞ്ജൻ വരട്ടെ, ഞാൻ സംസാരിക്കാം അവനോട് നിന്റെ കാര്യം. നിങ്ങളെ ഞാൻ ചേർത്ത് വെക്കും, ഉറപ്പ്. പിന്നീട് നരജരത്നെ കുറിച്ചൊരു സംസാരം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. എല്ലാം പഴയതുപോലെ തന്നെയായിരുന്നു. പക്ഷേ കുറച്ചു നാൾ കഴിഞ്ഞപ്പം ചേച്ചിയുടെ അമ്മാവൻ മരിച്ചെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഞാനും ചേച്ചിയും മനുവേട്ടനും നാട്ടിലേക്ക് പോയി. അവിടെ വെച്ചാണ് CNC ഹോസ്പിറ്റലിൽ കിടന്നാണ് അമ്മാവൻ മരിച്ചതെന്ന് അമ്മാവന്റെ കൂട്ടുകാരൻ പറഞ്ഞത്. അന്ന് സംസ്കരിക്കാൻ കൊണ്ടുവന്ന അമ്മാവന്റെ ബോഡി കണ്ട് എന്തൊക്കെയോ സംശയം തോന്നിയ മതിയേച്ചി റീപോസ്റ്റ്മോർട്ടത്തിന് കോടതിയെ സമീപിച്ചു. 24 മണിക്കൂറിനുള്ളിൽ റീപോസ്റ്റ്മോർട്ടത്തിന് സാക്ഷ്യം കിട്ടി. അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് അമ്മാവന്റെ പല ഓർഗൻസും മിസ്സിംഗ് ആണെന്ന്. അമ്മാവന്റെ ഒരുപാട് ഓപ്പറേഷൻ
ഇതിനോടകം കഴിഞ്ഞു വന്ന് ദേഷ്യം വന്ന മധുവേച്ചി നിരഞ്ജനേട്ടന്റെ അമ്മാവനുമായിട്ട് വഴക്കുണ്ടാക്കി. അത് വാക്കേറ്റത്തിലേക്ക് പോയപ്പോൾ മനുവേട്ടൻ ചേച്ചിയെ പിടിച്ചുകൊണ്ടുപോയി. ചേച്ചി എല്ലാം മനുവേട്ടനോട് തുറന്നു പറഞ്ഞു, തെളിവുകളും കാണിച്ചു. അച്ഛനെ കുറിച്ചുള്ള തെളിവുകൾ അക്കമിട്ട് എന്റെ മുന്നിൽ മാതിരി നിരത്തുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഇതൊന്നും സത്യമാവരുതേന്ന്. പക്ഷേ സത്യത്തെ ആർക്കും ഒരുപാട് നാളൊന്നും മൂടി വെക്കാൻ കഴിയില്ലല്ലോ. തിരികെ വീട്ടിൽ വന്ന ഞാൻ അച്ഛനോട് എല്ലാം ചോദിക്കാൻ വേണ്ടിയാണ് അച്ഛന്റെ മുറിയിലേക്ക് പോയത്. അപ്പോൾ അച്ഛൻ ആരോടോ ഫോണിൽ സംസാരിക്കുമായിരുന്നു. ആ പെണ്ണ് തന്നെ ആണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഉണ്ട് സാർ, അവള് തന്നെയാ. അവൾ അതും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വല്ലതും പോയാലേ നമ്മൾ കുടുങ്ങും. നീ വെക്ക്, ഞാൻ വേണ്ടത് ചെയ്തോളാം. അച്ഛൻ ഇത് എന്ത് ഈ ചെയ്യുന്നത്? ഹലോ ഫെലിക്സ്, അലക്സ് കൂടെ ഉണ്ടോ? ആ ഉണ്ട് സാർ. എന്താ? ഫെലിക്സ്, ഇവിടെ ആകെ പ്രശ്നമായി. നമ്മുടെ ബിസിനസ്സുകളെ കുറിച്ചുള്ള ഡേറ്റ ഹോസ്പിറ്റലിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ഇപ്പോൾ വിളിച്ച് പറഞ്ഞതാ. ആരോ അതൊക്കെ കോപ്പി ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ആരാന്നൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു. ഒരു പെണ്ണ, മെഡിക്കൽ സ്റ്റുഡന്റ്, മാധുരി വർമ്മ എന്നാ പേര്. അപ്പോ മധു പറഞ്ഞതൊക്കെ? അവളെ എന്ത് ചെയ്യണം? നിങ്ങൾ കാര്യം ഒന്ന് DKയോടോ മാർട്ടനോടോ പറഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്ക്. ഇല്ലെങ്കിൽ ഫോൺ അവർക്ക് കൊടുക്ക്. ഞാൻ മാർട്ടൻ സാറിന് ഫോൺ കൊടുക്കാം. യെസ് മിസ്റ്റർ വിശ്വനാഥൻ. സാർ, നമ്മുടെ ബിസിനസ്സുകളുടെ ഡേറ്റാസ് ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അത് പുറത്തു വന്നാൽ നമ്മളെല്ലാം അകത്താ. ഒരു പക്ഷേ തൂക്കുകയറ് വരെ കിട്ടാൻ സാധ്യതയുണ്ട്. അവള് ആ മാതിരിയാ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അവള് ഡേറ്റാ റൂമിലേക്ക് കയറി പോകുന്നതിന്റെ ചെറിയൊരു വിഷ്വല് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വെയിറ്റ്, നിങ്ങളും ആ കുട്ടിയായിട്ട് എന്താ പ്രശ്നം? അത് സാർ, കേട്ടെടുത്തോളം ഇത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. ആ പെണ്ണിനെ ഒന്ന് പിടിച്ച് വരട്ടി എവിഡൻസ് എടുക്കാൻ നോക്ക്. ഒരു പെണ്ണല്ലേ, പെൺകുട്ടികളെ വേദനിപ്പിക്കാൻ എനിക്കിഷ്ടമല്ല, ആസ്വദിക്കാനാണ് ഏറെ ഇഷ്ടം. താൻ എന്തായാലും ആ എവിഡൻസ് കൈക്കലാക്കാൻ നോക്ക്. തന്റെ സഹായത്തിന് വേണമെങ്കിൽ അലക്സിനെയോ ഫെലിക്സിനോ കെവിനെയോ അയക്കാം. പിന്നെ ഇത് മീഡിയയുടെ കയ്യിൽ എത്താതെ നോക്കണം. ഇനി തന്നെ കൊണ്ട് കഴിഞ്ഞില്ലേല് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. ഓക്കെ സാർ. ഡാ, ആ മാധുരി വർമ്മ എവിടെയാണെങ്കിലും അവളെ ഉടനെ പോക്കണം. എനിക്ക് അവളുടെ കയ്യിൽ നിന്ന് ഒരു സാധനം മേടിക്കാനുണ്ട്. അച്ഛൻ, അപ്പോ മധു പറഞ്ഞതൊക്കെ സത്യമായിരുന്നല്ലേ? ഇയാളെങ്ങനെ ഇങ്ങനെയൊക്കെ ഇയാൾക്ക്? കരഞ്ഞോണ്ട് നിൽക്കാൻ സമയമില്ല. മധുവിനെ കൃതികനെ ഉടനെ ഇവിടെ നിന്ന് മാറ്റണം, ഇല്ലെങ്കിൽ അവരുടെ ജീവൻ തന്നെ ആപത്തുണ്ടാവും. മധു, ഫോൺ എടുക്ക്. എടുക്കുന്നില്ലല്ലോ ഇവള്. കൃതികയുടെ മെസ്സേജ്. മനുവേട്ട, ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് തിരികെ പോവാം. പെട്ടെന്നുള്ള യാത്ര ആയിട്ട് പറയാൻ പറ്റില്ല, സോറി, ചെന്നിട്ട് വിളിക്കാം. താങ്ക് ഗോഡ് അവർ ബാംഗ്ലൂർക്ക് പോയത് നല്ല സമയത്താ. പക്ഷെ അവിടെ ഒട്ടും സേഫ് അല്ല. അച്ഛൻ അവരെ തേടി അവിടെ എത്തിയെന്ന് വരാം. അവരവിടെ നിന്ന് മാറ്റണം. അന്ന് വെളുപ്പിന് തന്നെ ഞാനും ബാംഗ്ലൂർക്ക് തിരിച്ചു. പക്ഷേ ഞാൻ അവിടെ എത്തിയപ്പോൾ സമയം 11 എയർപോർട്ടിൽ നിന്ന് ഞാൻ നേരെ പോയത് മാധുരിയുടെ ഫ്ലാറ്റിലേക്കായിരുന്നു. അവിടെ എത്തി കാര്യങ്ങൾ ഞാൻ അവരെ അറിയിച്ചു. അച്ഛനെതിരെയുള്ള തെളിവുകൾ മധു മെമ്മറി കാർഡിലാക്കി സൂക്ഷിച്ചിരുന്നു, നരജനെ കാണിക്കാനായിട്ട്. നരജൻ വരുന്നത് കൊണ്ട് ഡൽഹിക്ക് പോകാൻ മധു നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. മധുവിന്റെ അച്ഛനും അമ്മയ്ക്കും നരജനെ കാണാൻ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ മധുവിന്റെ ഡൽഹി യാത്ര കുറച്ച് നേരത്തെ ആക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. കൃതികയെ വീട്ടിൽ വിടാമെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷേ കൃതി പോകില്ല എന്ന് വാശി പിടിച്ചതുകൊണ്ട് മധു അവളെയും കൂട്ടി ഡൽഹിക്ക് പോകാമെന്ന് സമ്മതിച്ചു. അവരോട് രാത്രി 8 മണിയാകുമ്പോൾ റെഡിയായിട്ട് VI നഗർ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കാൻ ഞാൻ പറഞ്ഞു. പക്ഷേ അന്ന് വാവേ, നീ ഈ പർദ്ദ ഇട്ടോ. ഇത് ഒരു കാരണവശാലും മുഖത്ത് നിന്ന് മാറ്റരുത്. ശരി ചേച്ചി. മനുവേട്ടനെ കാണുന്നില്ലല്ലോ. 8 മണിയാകുന്നതേ ഉള്ളൂ ചേച്ചി, വരുമായിരിക്കും. വിശ്വനാഥ മേനോൻ. അപ്പോ മറന്നിട്ടില്ല, ഞാൻ വീട്ടിലും ഫ്ലാറ്റിലും ഒക്കെ പോയി അന്വേഷിച്ചു. അവിടെ ഒന്നും കണ്ടില്ല. മോളിത് എങ്ങോട്ടാ ഇപ്പൊ ബാഗൊക്കെ ആയിട്ട്? താനെന്താ ഇവിടെ? ആ, അതെന്ത് ചോദ്യാ മോളെ? എനിക്ക് ആവശ്യപ്പെട്ട ഒരു സാധനം മോളുടെ കയ്യിൽ ഇരിക്കുവല്ലേ, ഞാനത് അന്വേഷിച്ച് വരാതിരിക്കുവോ? എവിടെയാടി ഹോസ്പിറ്റലിൽ നിന്ന് നീ എടുത്ത ഡേറ്റാസ്? എന്റെ കയ്യിലില്ല. കള്ളം പറയല്ലോ മോളെ. നീ അവിടെ വന്ന് ഡേറ്റ കളക്ട് ചെയ്തതിന്റെ എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ട്. മര്യാദയ്ക്ക് അതെന്റെ കയ്യിൽ വെച്ചിട്ട് പൊന്നു മോള് എവിടാന്ന് വെച്ചാ പൊയ്ക്കോ. എന്നെ കൊന്നാലും ഞാനത് തരില്ലടോ. തന്റെ കൊള്ളരായ്മ എല്ലാരും അറിയട്ടെ. കൊച്ചു സമ്മതിക്കൂല. അലക്സേ, ആ കൊച്ചിനെ അങ്ങ് പിടിച്ച് വണ്ടി കയറ്റിയേക്ക്. വാവേ, ഓടിക്കോ. നിക്കരി എവിടെ? മധു, അച്ഛൻ. നീ എന്താ ഇവിടെ? മധു എവിടെ? ഏത് മധു? എന്നെ വെറുതെ പൊട്ടനാക്കരുത്. എല്ലാം ഞാൻ അറിഞ്ഞു. പറയണോ? മധു എവിടെ?
താൻ എന്റെ നിശ്ചയുടെ പെണ്ണിനെ കൊന്നോ? നനച്ചന്റെ പെണ്ണോ? അപ്പോ അങ്ങനെ ഒരു കഥയുണ്ടോ? അപ്പോ അവള് ചാവേണ്ട തന്നെയാ. ഡോ, തന്നെ ഞാൻ നായ ശബ്ദിച്ചാല് കൊന്നു കളയും ഞാൻ. നിന്നെ മാത്രമല്ല, വീട്ടിലുള്ള ആ രണ്ടെണ്ണത്തിന്. നീ എന്ത് വിചാരിച്ചടാ ഞാൻ സംസാരിക്കുന്നത് കേട്ട് നീ പുറത്തു നിന്നാല് ഞാൻ അറിയില്ലെന്നോ? എന്റെ തലയ്ക്ക് പിന്നിലും കണ്ണുണ്ടടാ. വിടടോ, എന്നെ വിട, വിടാൻ. അടങ്ങി നിക്കടി. എന്നെ വിട്, എന്നെ വിടടാ പട്ടി. മധു, മനോട്ടാ, എടോ വിടടോ അവരെ, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. അങ്ങനെ നീ ചെയ്താല് ഇവളുമാർക്ക് വായിക്കരി ഇടാൻ പോലും നിനക്ക് കിട്ടില്ല. എവിടെയാണ് ഈ ഡേറ്റാസ്? പറയടി. എന്നെ കൊന്നാലും തനിക്കത് കിട്ടാൻ പോകുന്നില്ല. അലക്സേ, ഒന്ന് നോക്കടാ, അവളുടെ ബാഗിലോ പോക്കറ്റിലോ എവിടെയെങ്കിലും കാണോ ആ ഡേറ്റാസ്? അച്ഛാ പ്ലീസ് അവരെ വിട്, അവരെ വിടാൻ. വിടണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനല്ലടാ മോനെ. അതിനൊക്കെയുള്ള ആളുകള് വേറെ ഉണ്ട്. ഹലോ മാർട്ടിൻ സർ, എന്തായി കാര്യങ്ങൾ? ആ, നോക്കിക്കൊണ്ടിരിക്കുക സർ. ഞാൻ അങ്ങോട്ട് വരാം, എനിക്ക് ബോറടിക്കുന്നു. നോക്കട്ടെ നമ്മളെ കൊടുക്കാൻ ഇറങ്ങി തിരിച്ച ആ ചാൻസി റാണി ആരാണെന്ന്. ഓക്കെ സർ. മാർട്ടിൻ സാറ് വരുന്നുണ്ട്. മാർട്ടിൻ, അയാള് ആ, എന്നെ വിട്, എനിക്ക് വേദനിക്കുന്നു. ആ, ഞാൻ മരിച്ചാലും സാരമില്ല, വാവയ്ക്കൊന്നും പറ്റരുത്. സത്യങ്ങള് അവളുടെ കയ്യിലുണ്ടല്ലോ. വാവയെല്ലാം എത്തിക്കേണ്ടവരുടെ കയ്യിൽ എത്തിച്ചോളും. വാവയെ മനോജ്ഞനെ രക്ഷിക്കണം. മനോട്ടാ, ഭാവയും കൊണ്ട് എത്രയും വേഗം പോകാൻ. മധു, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? പ്ലീസ് ഒന്ന് പൊയ്ക്കോ മനോട്ടാ, ഇവിടുന്ന് പോ. ഇല്ല ഇല്ല മനോജി, ഞാൻ പോവില്ല. എന്നെ നോക്കട്ടെ വാവേ, പൊയ്ക്കോ. ഓടി രക്ഷപ്പെട്ടോ നിങ്ങൾ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നീ വിളിക്കേണ്ട ആളെ വിളിക്കണം. പോ വാവേ, നോക്കി നിൽക്കാതെ പോ. മതിയേച്ചി. പൊയ്ക്കോ വാവേ. പോയി പിടിക്കടാ അവരെ. സാർ ദാ ഒരു പെൻഡ്രൈവ്, പ്ലേ ചെയ്ത് നോക്ക്. സാർ ഇത് തന്നെയാ. മോളെ, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നാ പോരായിരുന്നോ? ഇത് വേണമായിരുന്നോ? You bloody bastard. You will pay for this. മാർട്ടിൻ സാർ. ഓ മൈ ഗോഡ് ഫെലിക്സ്, നിങ്ങൾ എന്താ ഈ ചെയ്തത്? ഒരു പെൺകുട്ടിയാണെന്ന് ഓർക്കട്ടെ. കം ഓൺ ബേബി, ലെറ്റ് മീ ഹെൽപ്പ് യു. You bloody bitch. Don't you dare. സാറിന്റെ മോനെ കിട്ടി, പക്ഷെ ആ പെണ്ണിനെ കിട്ടിയില്ല. എന്നെ വിടടോ, എന്നെ വിട. നിങ്ങൾ അവളെ കൂടി ഒന്ന് അന്വേഷിക്കും. അവള് പുറത്തു പോയാലും പ്രശ്നം. ഇവനെ ആ ഗോഡൌണിലേക്ക് കൊണ്ടുപോയിക്കോ. വാട എങ്ങോട്ട്. മധു, മോളെ, മധു. ഇവളിപ്പോ ചാകുമെന്നാ തോന്നുന്നത്. മാർട്ടിൻ. ഡി കെയോ? ആരാ അത്? കിച്ചേട്ടനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ, കിച്ചേട്ടന്റെ കയ്യിലല്ലാതെ ഈ ടാറ്റു ഞാൻ വേറെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്. അത് അയാളുടെ കയ്യിലാ, ഡിക്കയുടെ കയ്യില്. DK, the devil king, the most wanted criminal, ധ്രുപദ് കശ്യപ്. ധ്രുപദ് കശ്യപ്? അവനോ? യെസ്, നിങ്ങൾ ഉദ്ദേശിച്ച ആള് തന്നെ. ആട്ടും തോരിട്ട ചെന്നായ, മറ്റുള്ളവരെ തമ്മിൽ തല്ലിച്ച് രക്തം ഊറ്റി കുടിക്കുന്ന രക്തരക്ഷസ്. ധ്രുപദ് കശ്യപ് എന്ന പേരിൽ അറിയപ്പെടുന്ന എല്ലാവരുടെയും ഹരികൃഷ്ണൻ, ദ സൈക്കോ കില്ലർ.
ഡി കെ ഹരിയേട്ടൻ ഇവളുടെ കൂടെ ആരോ ഒരാള് കൂടെ ഇല്ലായിരുന്നോ? അവളെ അങ്ങ് പിടിച്ച് അങ്ങ് തീർത്തേക്ക്. ഇനി ഇവളെ എന്താ ചെയ്യേണ്ടത്? നിനക്ക് വേണോ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ? ഇപ്പൊ ചാവും, ചത്തതിനെ എനിക്കെന്തിനാ? അപ്പോ ഫിനിഷ് ഹർ, ദെൻ ടേക്ക് ഹർ ഓർഗൻസ്. യങ് ആയതുകൊണ്ട് ഡിമാൻഡ്സ് കൂടുതലായിരിക്കും, ഓവർ ഉണ്ടാവും, വെറുതെ കളയണ്ട. ബാവേ ഇവിടേക്ക് വരരുത്. ഗുഡ് ബൈ ബേബി. ഗുഡ് ബൈ മിസ് മാധുരി വർമ്മ. ഹാവ് എ ഗുഡ് സ്ലീപ്. ദാ തന്തയ്ക്ക് പിറക്കാത്ത നായിന്റെ മക്കളെ, എന്നെ കൊന്നത് കൊണ്ട് നീ ഒന്നും രക്ഷപ്പെടാൻ പോണില്ല. സത്യം എന്തായാലും പുറത്തു വരും. അന്ന് നീയൊക്കെ കണക്ക് പറയേണ്ടി വരുന്നത് ഒരു രാജാവിന്റെ മുന്നിലായിരിക്കും. ഓർത്തോ നീ? ഈ നാട്ടില് കോടതി നിയമം ആയിരിക്കില്ല നിന്നെയൊക്കെ തൂക്കിലേറ്റാൻ പോകുന്നത്. അതിനുള്ള ആള് നിനക്കൊക്കെ ഉള്ള കൊലക്കയറായി വൈകാതെ എത്തിയിരിക്കും. ഓർത്തോ നീ? ചാവാൻ കിടന്നാലും അപാര ധൈര്യം. 8 മണിക്കൂറിനുള്ളിൽ ഓർഗൻസ് എടുത്തിരിക്കാം. ചെറിയ ജീവനെ ബാക്കിയുള്ളൂ ഇനി. പിന്നെ ആ വിശ്വനാഥന്റെ മോന്റെ കാര്യം അങ്ങേർക്കങ്ങ് വിട്ടുകൊടുത്തേക്ക്. അയാൾ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറ. ആൻഡ് വൺ മോർ തിങ്, അവൻ ഞങ്ങളെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ അതവൻ പുറത്ത് പറഞ്ഞാല് ആ വിശ്വനാഥനെ തന്നെ ആയിരിക്കും ആദ്യം പറഞ്ഞേക്ക്. അത് അയാളോടങ്ങ് പറഞ്ഞേക്ക്. ലെറ്റ്സ് ഗോ മാധവ്. ചേച്ചോടനെ ക്ഷമിക്ക. പിടിക്കട അവളെ, ആ പർദ്ദക്കാരി. വിശ്വനാഥൻ സർ പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യങ്ങൾ നോക്കിക്കോ, ഞങ്ങള് അവളുടെ കാര്യം നോക്കിക്കോളാം. പിന്നെ ഇവിടെ വെച്ച് വേണ്ട, എവിടെ കൊണ്ടുപോകണമെന്ന് അറിയാലോ. അറിയാം, എല്ലാം ഞാൻ നോക്കിക്കോളാം. അവളുടെ മുഖം ഒന്ന് കാണട്ടെ. കണ്ണു തുറന്നപ്പോ ഞാൻ കണ്ടത് റെയിൽവേ ട്രാക്കാണ്. അവളെ ഒന്നും ചെയ്യല്ലേ, ഞാൻ കാല് പിടിക്കാം എന്ന് പറയുന്ന മനുവേട്ടന്റെ ശബ്ദവും. അലക്സ്, ഫെലിക്സ് വേഗം ഗോഡൌണിലേക്ക് ചെല്ല്. അങ്ങോട്ട് വരാൻ പറഞ്ഞു സാറ്. ചേട്ടാ പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. അവളെ രക്ഷിക്ക്, ഒന്നും ചെയ്യല്. മധുവിനെ നിങ്ങൾ കൊന്നു, എന്റെ കൃതിക്കെങ്കിലും ഒന്ന് ചെല്ല്, പോയി രക്ഷിച്ചോ. എന്നിട്ട് ദാ ഈ അഡ്രസ്സിലേക്ക് നീ വരണം. ഇല്ലെങ്കിൽ എന്റെ ബോധം പറയുമ്പോൾ ഞാൻ കണ്ട കാഴ്ച മനുവേട്ടൻ എന്റെ അരികിലേക്ക് ഓടി വന്നതായിരുന്നു. മനു എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു? ഗോഡൌണിലേക്ക് കൊണ്ടുപോകുന്ന വഴി കാറിൽ നിന്ന് എടുത്തു ചാടി. എന്നിട്ട് എന്താ ഉണ്ടായേ? കൃതികയെ ഞാൻ അവിടെ ഉള്ള ഒരു ഹോസ്പിറ്റലിലാക്കി അവളുടെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. അച്ഛൻ്റെ ആൾക്കാർ എന്നെ അന്വേഷിച്ച് അപ്പോഴും നടപ്പുണ്ടായിരുന്നു. കൃതികയുടെ വീട്ടിൽ നിന്ന് ആള് വന്നപ്പോൾ ആ ഗുണ്ട തന്ന അഡ്രസ്സിലേക്ക് ഞാൻ പോയി. അവിടെ നിന്ന് അവരെന്നെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. മധുവും കൃതിയും മരിച്ചു എന്ന വിശ്വാസത്തിലായിരുന്നു അവർ. അത് ഒരു വിധത്തിൽ എനിക്ക് ആശ്വാസമായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ മെഡിക്കൽ ലൈഫിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ് ചെയ്തു. അത് ഞാൻ ചെയ്തത് നിന്നോടാ നരഞ്ച. എന്നോടോ? അമ്മേനെ മീനുവിനെ കൊല്ലുവെന്ന ഭീഷണിക്ക് മുന്നിൽ എനിക്ക് അടിയറവ് പറയേണ്ടി വന്നു. എന്നെ അച്ഛൻ ഒരുപാട് മാനസികമായി വേദനിപ്പിച്ചു. അന്ന് MBBS മാത്രം പാസ്സായ എന്നോട് ഒരു പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആവശ്യപ്പെട്ടു. പറ്റില്ല എന്ന് പറഞ്ഞതിന് എന്നെ ഒരുപാട് തല്ലിച്ചതച്ചു. മീനുവിനെ അമ്മേനെ വെച്ച് ഭീഷണിപ്പെടുത്തി. ഞാൻ അയാളുടെ വഴിക്ക് വരില്ല എന്ന് തോന്നിയപ്പോൾ വേറൊരാൾ വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തു. എന്നെ കൊണ്ട് ആ ഫയലിൽ ബലമായിട്ട് സൈൻ ചെയ്യിപ്പിച്ചു. അവസാനം കുത്തിക്കെട്ടാറായപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ മുന്നിൽ കീറി വെച്ചിരിക്കുന്നത് നമ്മുടെ മധുവിനാണെന്ന്. ഞാൻ തകർന്നു പോയടാ. ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാനങ്ങ് ഇല്ലാണ്ടായി പോയടാ.
നിന്നോട് ഇതൊക്കെ പറയാൻ 1000 തവണ ഞാൻ ശ്രമിച്ചതാ. പക്ഷെ അച്ഛനല്ല അയാള്, ഒരു രാക്ഷസനാ. സത്യത്തില് മധുവിന്റെ കയ്യിലുള്ള തെളിവുകൾ നഷ്ടമായില്ലായിരുന്നെങ്കിൽ ഇന്ന് അയാള് കഴിമരത്തിൽ തൂങ്ങിയേനെ. എല്ലാം കഴിഞ്ഞില്ലടാ, എല്ലാം നഷ്ടമായത് എനിക്കും നിനക്കും ഇവൾക്കും പിന്നെ മധുവിനും. ഇല്ല, ഒന്നും നഷ്ടായില്ല, നഷ്ടപ്പെട്ടിട്ടില്ല. കളി ഇനിയും തീർന്നിട്ടില്ല. നീ എന്താ ഈ പറയുന്നത്? ചേച്ചിയുടെ കയ്യിൽ നിന്ന് മെമ്മറി കാർഡ് അവർ കൊണ്ടുപോയി എന്നുള്ളത് ശരിയാ, പക്ഷേ അതിൽ കംപ്ലീറ്റ് ഡേറ്റ ഉണ്ടായിരുന്നില്ല. അതുള്ളത് എന്റെ ലോക്കല്ല. മധുവേച്ചി എന്നെയും കൊണ്ട് ഡൽഹിക്ക് പോകാനിരുന്ന ദിവസം രാവിലെ ചേച്ചിയുടെ അച്ഛന്റെ കമ്പനിയിൽ പോയി ആ എവിഡൻസ് അച്ഛന്റെ ലോക്കറിൽ വെച്ചു. ആ ലോക്കർ നമ്പർ ചേച്ചിക്ക് പോലും അറിയില്ല, അത് എനിക്ക് മാത്രമേ അറിയൂ. പിന്നെ ചേച്ചിയുടെ അച്ഛനും. അവരെല്ലാം പൂട്ടാനുള്ള തെളിവ് അതിന്റെ ഉള്ളിലുണ്ട്. പക്ഷേ ആ ലോക്കർ നമ്പർ ഞാൻ എഴുതി വെച്ചിരുന്നത് നിരഞ്ജനേട്ടന്റെ ഫോട്ടോയിലെ പുറകിലായിരുന്നു. അതും എൻ്റെ ഒരു മാലയില്. അതിപ്പോ എന്റെ കയ്യിലില്ല, എവിടെയോ നഷ്ടപ്പെട്ടു. ഇതാണോ ആ മാല? ആ, ഇത് തന്നെ. ഇതെവിടുന്നാ? നമ്മള് കൊറിയയ്ക്ക് പോയപ്പോൾ നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഞാനിത് സൂക്ഷിച്ചു വെച്ചു. ഇനിയിപ്പോ കാര്യങ്ങൾ എളുപ്പമായി. അവന്മാരെയെല്ലാം നമുക്ക് അടപടലം പൂട്ടാനുള്ള വകയാ കിട്ടിയിരിക്കുന്നത്. ഇനിയുള്ളത് അവന്മാർക്കിട്ടാ, ആ ഹരികൃഷ്ണനും മാർട്ടിനും. അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ അവന്മാര്. മധുവിന്റെയും മനുവിന്റെയും എന്റെ പെണ്ണിന്റെയും കണ്ണീരിന് ഞാൻ പകരം ചോദിക്കും. ഹലോ മോനെ, അമ്മയാടാ. നമ്മുടെ മീനുവിനെ അവളെ ആരൊക്കെ ചേർന്ന് പിടിച്ചോണ്ട് പോയി. മോനെ ഒന്ന് വേഗം വാ, അമ്മയ്ക്ക് പേടിയാവുന്നു. അമ്മേ, ഞാനിപ്പോ വരാം, വിഷമിക്കാതെ. എന്താടാ? മീനാക്ഷി ആരൊക്കെ ചേർന്ന് പിടിച്ചോണ്ട് പോയെന്ന് അമ്മയാ വിളിച്ചത്. എടാ, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ നമുക്ക് അവളെ കണ്ടുപിടിക്കാം. നരഞ്ച, ലെറ്റ്സ് ഗോ. വൈകാൻ പാടില്ല, അത് മീനാക്ഷിക്ക് ആപത്താ. ഏട്ടൻ ഇവിടെ ഉണ്ടാവണേ, കുക്കുവിന്റെ ഏട്ടത്തിയുടെ അടുത്ത്. ഞാൻ അച്ഛനും അമ്മയെ വിളിച്ചിട്ടുണ്ട്, അവരിപ്പോ വരും. ആടാ, പോയിട്ട് വാ. കുക്കുപെണ്ണെ, ഐ വിൽ ബി ബാക്ക് സൂൺ. ജസ്റ്റ് വെയിറ്റ് ഫോർ മീ. ലവ് യു. ലവ് യു മോർ. ഹലോ ഡാഡാ. മൈ ലിറ്റിൽ പ്രിൻസസ്, വെൽക്കം ബാക്ക്. ഷാൽ വി ഗോ? എന്നെ വിട്, ആ വിട് എന്നെ. മീനാക്ഷി എവിടെയാണെന്നുള്ള ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. അവളുടെ ഫോണിലെ ലൊക്കേഷൻ ഓൺ ആണ്, സോ നമുക്ക് കണ്ടുപിടിക്കാം. ഏയ് നിച്ചു, ഇവിടെ നോക്കടാ. കുക്കുവിന്റെ ദേഹത്ത് നമ്മൾ വെച്ച GPS ട്രാക്കർ മൂവ് ചെയ്യുന്നുണ്ട്. സോ വി ആർ ഓൺ റൈറ്റ് ട്രാക്ക്. നമ്മൾ ഇതിനു വേണ്ടി തന്നെ ആണല്ലോ കുക്കുവിന്റെ മാലയില് ട്രാക്കർ വെച്ചത്. ഡാ, ഇതാ കൂട്ടിക്കിടക്കുന്ന റൈസ് മില്ലിന്റെ സ്ഥലോ. മീനുവും കുക്കുവും ഇപ്പൊ ഒരു സ്ഥലത്താ. സോ ലെറ്റ്സ് മൂവ് ഗൈസ്. എടോ, താനാരാ? താൻ എന്തിനാ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ജസ്റ്റ് ഫോർ ആൻ എന്റർടൈൻമെന്റ് പർപ്പസ് ബേബ്. നിന്റെ തന്ത ആ നായിന്റെ മോൻ എനിക്ക് തരാന്ന് പറഞ്ഞ സാധനം ഇതുവരെയും തന്നില്ല. ഇപ്പൊ ഫോണും എടുക്കുന്നില്ല. ഞാനൊന്ന് നോക്കട്ടെ അയാളുടെ കയ്യിൽ നിന്ന് എനിക്കത് വാങ്ങിയെടുക്കാൻ പറ്റൂല്ലേന്ന്. ഡോ, എന്നെ വിടണോ എന്നെ? ഡാ DK, ഇത് ഇവള് വർഷങ്ങളായി എന്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരുത്തിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലടാ. ആ മുതലാണിത്. നേരെ ചൊവ്വ കെട്ടി കൂടെ പൊറപ്പിക്കാൻ ഓർത്തപ്പം അവക്ക് ആ നരഞ്ചന്റെ കൂടെ പൊറുക്കണം. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? വിടടാ മാറി എന്നെ. ഡി, അടങ്ങി നിന്നോണം. കുക്കു, മീനു. ആഹാ, നാത്തൂമാര് തമ്മില് അറിയുമല്ലേ? നിനക്കറിയാവോ ഇവളെ?
കൊറേ നാളായി എന്റെ ഉറക്കം കെടുത്തുന്ന മുതലല്ലേ ഇവള്, അറിയാതിരിക്കോ? പിന്നെ വേറൊരു ബന്ധം കൂടിയുണ്ട്. അന്ന് നമ്മള് കൊന്നു കളഞ്ഞ ആ കൊച്ചു ഡോക്ടറല്ലേ, അവൾക്കൊപ്പം അന്ന് പറുതയിട്ട് കൂടെ ഉണ്ടായിരുന്നത് ദേ ഇവളാ. അപ്പോ നീയാണല്ലേ അന്ന് ആ നായിന്റെ മോളുടെ കൂടെ ഉണ്ടായിരുന്നത് അല്ലേടി? നീ എന്താടി വിചാരിച്ചത് അവനെയും കെട്ടി എന്റെ മുന്നിൽ കൂടെ ഞെളിഞ്ഞിങ്ങനെ നടക്കാനോ? അതിന് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ സമ്മതിക്കില്ല. എനിക്ക് കിട്ടിയില്ലേ ആർക്കും ഞാൻ കൊടുക്കില്ല. അവനും കൊന്നു തള്ളും ഞാൻ. മിസ്റ്റർ ധ്രുപദ് കശ്യപ്, എന്താ DK ഞെട്ടിപ്പോയോ? താൻ എന്താ പറഞ്ഞ് എന്നെ കൊല്ലുന്നോ? MDMന്റെ മോളെ കൊല്ലാൻ മാത്രമുള്ള ധൈര്യം DKക്ക് മാത്രമേ ഉണ്ടോ? MDMന്റെ മോളോ? യെസ്, ഷീ ഈസ് മൈ ഡോട്ടർ. അച്ഛൻ ഡാഡാ, വാവേ, നീ ചുംബന ചെമ്പകപ്പൂ വിരിച്ചു, അതിലനുരാഗത്തെ നിറച്ചു. നിന്നെ കാണാതെ കാണാതെ ഞാനലഞ്ഞു, നീ എന്നാത്മാവിനുള്ളിൽ മയങ്ങി. പൂവായി നീ കരളിൽ പൂമഴയായി, മധുമാധുരി തേടിയലഞ്ഞൊരു വണ്ടായി ഞാൻ ഉണർന്നു. അന്നാദ്യം പാടിയ ഗാനം സ്വരമർമ്മരമായി. ആരു പറഞ്ഞു, ആരു പറഞ്ഞു, ഞാൻ കണ്ടത് രാക്കനവാണിന്നാരു പറഞ്ഞു. ഏഴു നിറം കൊണ്ടെഴുതിയതില്ല, മഴവില്ലു വിരിഞ്ഞതുപോലിന്നാരു പറഞ്ഞു. കളി ചൊല്ലും കൊയിലാണോ, കുഴലൂതും കാറ്റാണോ, ആരാണി കള്ളം ചൊല്ലിയതാരാണാവോ? വാവേ, ഇതൂടെ കഴിക്ക്. അയ്യോ എനിക്കിനി മതി. ഇനി ഇതിനകത്തൊരു ഇഞ്ച് സ്ഥലമില്ല. മതി ഡാഡാ, പ്ലീസ്. ആഹാ, നോം എന്താ ഈ കാണുന്നേ?
ലോകം മുഴുവൻ വിറപ്പിച്ച് നടക്കുന്ന ദ ഗ്രേറ്റ് മാഫിയ കിങ് മോൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഇത്രയും പാടുപെടുന്നോ? പോടി വേണേ, വല്ലപ്പോഴാ എന്റെ കൂടെ നിങ്ങൾ രണ്ടും ഉണ്ടാവുന്നത്. അപ്പോഴാ വേണമെങ്കിൽ വന്നിരുന്ന് കഴിക്ക്. അച്ഛാ, എന്താടാ? ഞാൻ പറഞ്ഞിരുന്നില്ലേ ബാവയുടെ നിരഞ്ജന്റെ കാര്യം? പറഞ്ഞു. അച്ഛൻ എന്താ തോന്നുന്നേ? അവരെ ഒന്നിപ്പിക്കണമെന്ന് ഞാൻ എടുത്ത തീരുമാനം തെറ്റായി പോയോ? ഒരിക്കലുമില്ല. അച്ഛന്റെ പൊന്നു മോൾക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല. ബിക്കോസ് നീ എന്റെ മോളല്ലേ, ഈ മാധവ വർമ്മയുടെ മോൾ. അതൊക്കെ പണ്ട്. ഇപ്പൊ എല്ലാവർക്കും വാവേ മതിയല്ലോ. മോളല്ലേ ഞങ്ങളോട് പറഞ്ഞത് വാവയെ സ്വന്തം മോളായിട്ട് കാണണമെന്ന്, എന്ത് കാര്യം ഉണ്ടെങ്കിലും ചെയ്തു കൊടുക്കണം എന്നൊക്കെ. സത്യത്തില് നമ്മളിപ്പോ ഒരു ഫാമിലി ആയ പോലെ തോന്നുക. ഒരു പാവം എന്റെ വാവ. എന്റെ ക്യൂനും പാവോ, എന്റെ ലിറ്റിൽ പ്രിൻസസും പാവോ. അച്ഛ, വാവയ്ക്ക് അച്ഛന്റെ ലോക്കറിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുത്തോ? കൊടുത്തു. മോൾക്ക് ലോക്കറിന് എന്തോ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് കൊടുത്തതാ. പിന്നെ പേഴ്സണൽ നമ്പറും കൊടുത്തു. ആഹാ, അത് കൊള്ളാലോ. മൊത്തത്തില് വാവ ഇപ്പോ നമ്മുടെ ആളായല്ലേ. പിന്നല്ലാതെ എന്റെ ക്യൂനിന്റെ വാവ എന്റെ മോളാവുമ്പോ ഈ അച്ഛനുള്ളതൊക്കെ അവൾക്കും കൂടി ഉള്ളതല്ലേ. അച്ഛാ, ഡാഡാ, ഇവരാ നമ്മുടെ മാതിരി ചേച്ചി. അപ്പോ കൃതിക, മാധുരി ഇയാളുടെ മക്കളാണോ? 3 വർഷം ഞാൻ അജ്ഞാതവാസത്തിലായിരുന്നു. എന്നെ അതിനയച്ചത് നീയൊക്കെ കൂടിയല്ലേ. എന്റെ പൊന്നു മോളെ കൊന്നു തിന്നില്ലേടാ നീയൊക്കെ കൂടി. MDM ചത്തു മനസ്സെന്ന് കരുതിയോ നീയൊക്കെ 3 കൊല്ലം മുമ്പ് കൊന്നു തള്ളിയത് എന്റെ മോളെയാ. ഓർമ്മയുണ്ടോടാ അവളെ? മാധുരി വർമ്മ, ഡോക്ടർ ഓഫ് മാധവ വർമ്മ, MDM. സത്യം എന്തായാലും പുറത്തു വരും. അന്ന് നീയൊക്കെ കണക്ക് പറയേണ്ടി വരുന്നത് ഒരു രാജാവിന്റെ മുന്നിലായിരിക്കും. ഓർത്തോ നീ? തെളിവുകൾ ഉണ്ടായിട്ടും നിന്നെയൊക്കെ ഞാൻ ഇത്രയും നാള് വെറുതെ വിട്ടത് ഇവൾക്ക് വേണ്ടിയായിരുന്നു. എന്നെങ്കിലും ഇവളുടെ ഓർമ്മ തിരികെ കിട്ടി എന്നെ വിളിക്കുന്ന ആ നിമിഷത്തിന് വേണ്ടിയായിരുന്നു. എന്റെ പൊന്നുമോളെ കൊന്നു തള്ളിയതിന്, എന്റെ വാവമോളെ വേദനിപ്പിച്ചതിന്, എന്നെ എന്റെ കുടുംബത്തിനെ തകർക്കാൻ ശ്രമിച്ചതിന്. യു ഗോണ പേ ഫോർ ദിസ്. MDM ഞങ്ങള് അറിയാതെ, ഞങ്ങളോട് അറിയാതെ ആയാലും അറിഞ്ഞുകൊണ്ടായാലും നഷ്ടം മുഴുവൻ ഉണ്ടായത് എനിക്കും എന്റെ ഭാര്യയ്ക്കും ഇവൾക്കും നിരഞ്ജനുമാണ്. ആ നഷ്ടം നികത്താൻ നിനക്കൊന്നും ഇനി ഒരിക്കലും കഴിയില്ല. MDM പ്ലീസ്, ഞങ്ങളോട്. നിനക്കെന്റെ മോള വേണോ അല്ലേടാ? എന്റെ നിരഞ്ജൻ മോനെ നിനക്ക് കൊല്ലണം അല്ലേടാ? ഹൗ ഡെയർ യു പാസ്റ്റർ. MDM ഞങ്ങളെ കൊല്ലരുത് പ്ലീസ്. ഇല്ല, പെട്ടെന്നൊന്നും നിന്നെ ഒന്നും ഞാൻ കാലപുരിക്ക് അയക്കില്ല. എന്റെ മോളെ കൊന്ന പോലെ ഇഞ്ചിഞ്ചായേ ഞാൻ നിങ്ങളെ കൊല്ലും. കെവിൻ, അലക്സ്, സർ, വാവേ പറ, എങ്ങനെയാവന്മാര് നിന്റെ ചേച്ചിയെ തല്ലിച്ചതച്ച് എന്റെ ചേച്ചിയാക്കി. എന്നിട്ട് ആ വയറ്റില് കത്തി കുത്തി ഇറക്കി. എന്നിട്ട് സിറിഞ്ച് കൊണ്ട് എന്തോ ബോഡിയിൽ ഇൻജെക്ട് ചെയ്തു. ഒരു ഇരുമ്പ് ദണ്ട് കൊണ്ട് തലക്കടിച്ച്. എന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഓർഗൻസ് പുറത്തെടുത്തു. എന്റെ മോളുടെ ശരീരം നീയൊക്കെ കീറി മുറിച്ചത് അവളെ കൊന്നിട്ടല്ലേ? നിന്റെയൊക്കെ ശരീരം ഇവന്മാര് കീറി മുറിക്കാൻ പോകുന്നത് ജീവനോടെ തന്നെ. കെവിൻ, അലക്സ്, ഡു വാട്ട് ഐ സേ. യെസ് സർ. MDM പ്ലീസ് ഞങ്ങളത് ചെയ്യരുത്. പ്ലീസ് ഒന്നും ചെയ്യരുത്. എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പാ, എന്റെ മോൾ ഒരിക്കലും നിന്റെയൊക്കെ മുന്നിൽ കെഞ്ചിയിട്ടുണ്ടാവില്ല അവളെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അവൾക്ക് മരണത്തെ പേടിയില്ല, കാരണം അവൾ എന്റെ മകളാ, MDMന്റെ മകള്. എനിവേ, ഹാപ്പി ജേർണി യു പംസ്. എനിവേ, ഐം സോറി ഗൈസ്, നിങ്ങൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. മോളെ കുക്കു. സ്മൃതി മോള് പ്രഗ്നന്റ് ആണല്ലേ? ഇതൊന്നും കണ്ട് പേടിക്കണ്ട. വാ, നമുക്ക് വെളിയിൽ നിൽക്കാം. നിരഞ്ജൻ, എന്റെ ഈ ഒരു മുഖം താൻ പ്രതീക്ഷിച്ചില്ല അല്ലേ? മരിക്കുന്നതിനും കുറച്ചു ദിവസം മുൻപ് എന്റെ മോള് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു നിന്നെയും വാവയും അവൾ കൊന്നിപ്പിക്കണമെന്ന്. അവൾ മരിച്ച ശേഷമായാലും കാലം അത് നടത്തിക്കൊടുത്തു. ഇവൾ എന്റെ ചോരയല്ല, പക്ഷേ ഇപ്പൊ എനിക്ക് എന്റേതെന്ന് പറയാൻ ഇവളുണ്ട്. നോക്കിക്കോണം എന്റെ പൊന്നുമോളെ, പൊന്നുപോലെ. മിസ്റ്റർ ACP, നിങ്ങളുടെ വലിയൊരു കേസിന്റെ കുറ്റവാളികളെയാണ് ഞാൻ കൊന്നുകളഞ്ഞത്. ഇറ്റ്സ് ഓക്കെ സർ. എന്റെ കയ്യിൽ കിട്ടിയാൽ എൻകൗണ്ടർ ചെയ്ത് കൊല്ലാനായിരുന്നത്. എന്റെ ജോലി കുറഞ്ഞു കിട്ടി.
നിങ്ങൾ ആരുടെയും കൈകളിൽ അവന്മാരുടെ രക്തക്കറ പറ്റരുത് എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഇവിടെ ജയിക്കേണ്ടത് പ്രണയവും പ്രതികാരവും ആയിരുന്നില്ല, ഒരച്ഛന്റെ നിയമമായിരുന്നു. അത് ഞാൻ ചെയ്തു. എന്റെ മോള് എവിടെയാണെങ്കിലും ഇപ്പൊ ഇത് കാണുന്നുണ്ടാവും. മീനാക്ഷിയെ ഒന്ന് ചെന്ന് അഴിച്ചുവിട്ടേക്ക്, പാവം പേടിച്ചിരിക്കുമായിരിക്കും. ഓക്കെ ഡാഡാ. ഇറങ്ങുവാ മോളെ. കാണണമെന്ന് തോന്നുമ്പോ മമ്മിയും കൂട്ടി വരാം. മിസ് യു വാവേ. മിസ് യു മോർ ഡാഡാ. നരഞ്ജൻ, ടേക്ക് കെയർ ഓഫ് ഹർ. ഗുഡ് ബൈ എവരിവൺ. ഇനി MDM ഇല്ല. ഇനി മാധുരിവർമ്മയുടെ അച്ഛൻ മാധവവർമ്മ മാത്രമേ ഉണ്ടാവൂ. എന്റെ മോൾ ആഗ്രഹിക്കുന്നത് ഇപ്പൊ അതാവും. തിരികെ വരും ഞങ്ങൾ, ഞങ്ങളുടെ വാവയ്ക്ക് വേണ്ടി. ഭൂമിയിലെ എന്റെ സമയം തീർത്തു തരാൻ എനിക്ക് ജന്മം നൽകിയ ആള് തന്നെ എത്തി. എന്റെ വാവയുടെ നെരജിന്റെ കയ്യിൽ രക്തക്കറ പറ്റാതെ അച്ഛൻ കണക്ക് തീർത്തു. ഇനി വിട പറയേണ്ട സമയമാണ്. ദാ ദേ നോക്കിയേ. പ്രസവിച്ചിട്ടില്ല, അമ്മയല്ല, എങ്കിലും അമ്മയായി കാണുന്നു ഈ ജന്മം. എന്റെ വാവയ്ക്ക് ജന്മം കൊടുത്തതിന് നന്ദി. എന്റെ വാവയെ ബാംഗ്ലൂർക്ക് അയക്കാൻ തോന്നിയതിന്, അവളെ എനിക്ക് വേണ്ടി അയക്കാൻ തോന്നിയ ആ മനസ്സിന്, അവളുടെ ജന്മത്തിന് കാരണമായതിന് നന്ദി. 1-2 വട്ടം കണ്ട കാഴ്ചകൾ കൊണ്ട് നിങ്ങൾ എന്റെ ഏട്ടനായി മാറി. എന്റെ വാവയെ നിരജനെ ചേർത്ത് വെച്ചതിന്, ചേർത്ത് പിടിക്കുന്നതിന് 1000 നന്ദി. ജീവൻ പോലും പകുത്തു നൽകി എന്റെ വാവയ്ക്കൊപ്പം നിന്ന നിന്നേക്കാൾ നല്ലതിനെ ഇനി ഒരു അനിയത്തിക്കും ഇനി ഈ ജന്മം കിട്ടാനില്ല. നീ പുണ്യമാണ്, ആരോ ചെയ്ത മഹാപുണ്യം. പോകാൻ മനസ്സ് വരുന്നില്ലെങ്കിലും പോയേ തീരൂ. ഈ ജന്മം എന്നിലേക്ക് വന്നതിന്, എന്നെ സ്നേഹിച്ചതിന്, എന്റെ വാവയായതിന് 1000 നന്ദി. ഇറ്റ്സ് ഗോണ ബി എൻഡ് നരഞ്ജൻ. ടേക്ക് കെയർ ഓഫ് ഹർ. ആൻഡ് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, നിന്റെ പേരിനൊപ്പം എന്റെ പേര് ചേർക്കണമെന്ന്. ഇനി ഈ ജന്മം അതിന് കഴിയില്ല. കാരണം നിനക്കായി കാലം എഴുതി വെച്ചത് അവളെ ആയിരുന്നു. അവളെ വേദനിപ്പിക്കരുത്. ബിക്കോസ് ഷീസ് മൈ പ്രിൻസസ്. ഗുഡ് ബൈ എവരിവൺ. മാതൃ കൊലക്കേസിൽ വിചാരണ തുടങ്ങി. വിശ്വനാഥ മേനോനെതിരെ വധശ്രമം, കൊലക്കുറ്റം, അവയവക്കടത്ത്, സെക്സ് റാക്കറ്റിംഗ്, കിഡ്നാപ്പിംഗ്, അങ്ങനെ വലിയൊരു മഴ പെയ്തു തോർന്നു. എന്തായാലും മഴയെ ഇടിയെല്ലാം കഴിഞ്ഞല്ലോ. ഇനിയിപ്പം നമുക്ക് ഈ മീനുക്കാന്താരിയുടെ കാര്യം ഒന്ന് ആലോചിച്ചാലോ? ആ വേഗം കെട്ടിച്ചു വിടണം ഇവളെ. എന്നിട്ട് വേണം എനിക്കും അമ്മയ്ക്കും ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ. ആ മാനവ് ഡോക്ടറിന് അത്രയ്ക്ക് സ്വസ്ഥത കുറവുണ്ടെങ്കിൽ ഈ ജീവിടിനെ ഏറ്റെടുക്കാൻ എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ. ഡാ കള്ള നസ്രാണി, നീ എന്താടാ ഇപ്പൊ പറഞ്ഞ്? അല്ല, ജാതി മതമൊന്നും പ്രശ്നമല്ലെങ്കിൽ ദാ ഇതിനെ കെട്ടി കാഞ്ഞിരപ്പള്ളിക്ക് കൊണ്ടുപോകാൻ എനിക്ക് വിരോധമൊന്നുമില്ല എന്ന്. ഓഹോഹോഹോ, മീനുവേ, ഒഫീഷ്യലായിട്ടല്ലേലും ACP സാറ് വളഞ്ഞു മൂക്കി പിടിച്ചതാ. അപ്പൊ എങ്ങനെ, ഇതങ്ങ് ഉറപ്പിക്കണോ? ഉറപ്പിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷേ ഈ ജീവിയുടെ ഇവിടെ നിർത്തണം. അത് പറ്റുമെന്ന് അറിയില്ലടി ചീവിയുടെ. എടോ തന്നെ ഇന്ന് ഞാൻ. ഏയ് എടി ചീവിയുടെ, നിർത്തടി, തല്ലല്ലേടി. ഇല്ല, നിങ്ങൾ ഇന്ന് ഞാൻ തല്ലിക്കൊല്ലും. ദേ, കല്യാണത്തിന് മുമ്പ് നിനക്ക് വിധവാ പെൻഷൻ വാങ്ങേണ്ടി വരുവേ. ഇച്ഛായ അങ്ങനെയൊന്നും പറയല്ലേ. എന്താ ഇപ്പൊ വിളിച്ച്? അതൊന്നുമില്ല, ഞാൻ പോട്ടെ. നിക്കടി അവിടെ. കണ്ട അന്ന് മുതല് ഇഷ്ടമാണ് എനിക്ക് ഈ യക്ഷൻ. ആദ്യ കാഴ്ചയിൽ തന്നെ എന്റെ ഹൃദയം തുറന്നെടുത്ത് രക്തം കുടിച്ച നിന്നെ എനിക്ക് ഇപ്പൊ ഒരുപാട് ഇഷ്ടം. അന്നിതാ സമയമാകുമ്പോ ഒരു ഓർഡർ ഇടും, അതങ്ങ് സമ്മതിച്ചേക്കണം എന്ന് ഞാൻ നേരത്തെ ഒരു സിഗ്നൽ തന്നത്. അപ്പോ അത് ഇതായിരുന്നോ? ഇത് തന്നെയാ. അപ്പൊ എങ്ങനെയാ, സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി പോരുമല്ലേ കാഞ്ഞിരപ്പള്ളിക്ക്, പാലമറ്റത്തെ ഇമ്മാനുവൽ ജോണിന്റെ പെണ്ണായിട്ട്? ഒരുപാട് കള്ള നസ്രാണി. എന്താ, എങ്ങനെ? അല്ല ഇച്ഛായ, അതാണ് എന്റെ പെണ്ണ്. Walking in the moonlight, I'm thinking of you. Listening to the raindrops, I'm thinking of you. Hey Saloma, hey Saloma. അത് കീഴാറ്റൂരിലെ ജോർജ് സാറിന്റെ മോള് സലോമിയല്ലേ അത്? ഈ പെണ്ണ് പിന്നെ തടിച്ചല്ലോ. പോരാ, തീരെ പോരാ. ട്രെയിൻ ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, കളക്ഷൻ തീരെയില്ല. മുന്നിലൊരു തൈ ഇരിപ്പുണ്ടല്ലോ. തയ്യെങ്കിൽ തൈ പോയ കേവടിയോട്ടം തൈ. എക്സ്ക്യൂസ് മീ, യുവർ ഗുഡ് നൈം പ്ലീസ്. അനാമിക. വൗ, നൈസ്. എന്റെ ആറ്റുകൾ ഭഗവതി, കോഴിക്കുഞ്ഞോ? ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല. എങ്ങനെ, കളക്ഷൻ എടുപ്പൊക്കെ കഴിഞ്ഞോ?
ഏയ് ഞാൻ ആ പണിയൊക്കെ നിർത്തി. ഷോ അത് മോശമായിപ്പോയി. എന്താണോ എന്തോ എനിക്കങ്ങ് നന്നാവാൻ തോന്നി. അല്ല ഇയാളെങ്ങോട്ടാ? താൻ എങ്ങോട്ടാ? അങ്ങോട്ട് തന്നെ. എന്തിന്? ഹലോ മനുവേട്ട, ഇവിടെ നിന്നൊരു പാഴ്സല് ഹൈദരാബാദിലേക്ക് ഒരു ട്രെയിൻ പിടിച്ചു എന്ന് കേട്ടു. ആ കോഴിക്കുഞ്ഞ് ഇവിടെ നിന്ന് ഹൈദരാബാദിലേക്ക് പോകുന്നത് ഒരു കൊക്കരക്കണ്ണനെ പിടിക്കാനാ. ബി കെയർഫുൾ. എന്നോടിത് വേണമായിരുന്നു. നന്ദിയുണ്ട് ഏട്ടത്തി, 1000 നന്ദി. അപ്പൊ എങ്ങനെയാ, ഡീസന്റ് ആവുമല്ലേ? പിന്നെ എപ്പോഴേ ആയി? കിച്ചേട്ടാ, എന്താ ഇവിടെ നിൽക്കുന്നേ? ഏയ് വെറുതെ ഞാനിങ്ങനെ ഈ മഴയെ നോക്കി നിന്നതാ. എത്ര നാളായി ഈ മഴയൊന്നും നനഞ്ഞിട്ട്. പോയി നനഞ്ഞാലോ? പോണോ? പോണം. അതിനു മുമ്പൊരു കാര്യമുണ്ട്. എന്താടി പെണ്ണേ? 5 4 3 2 1 ഹാപ്പി ആനിവേഴ്സറി കിച്ചേട്ടാ. ഐ ലവ് യു സോ മച്ച്. ഓ, അങ്ങനെ ഒരു വർഷം തീർന്നല്ലേ? ഞാൻ ഒരു കൊല്ലം നിങ്ങളുടെ കൂടെ ഇങ്ങനെ ജീവിച്ചു തീർത്തു. അതൊക്കെ ഇവിടെ നിക്കട്ടെ. എന്റെ ആനിവേഴ്സറി ഗിഫ്റ്റ് എവിടെ? ഗിഫ്റ്റ് ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ വരാൻ 9 മാസം എടുക്കും. അതെന്ത് ഗിഫ്റ്റ്? You are going to be a father soon. What? Cuckoo, are you serious? Yes, 100% confirmed. Thank you so much, Cuckoo. Finally, thank you. I love you so much. Thank you. ഞാനൊരു അച്ഛനാകാൻ പോവാ. ഞാനൊരു അച്ഛനാകാം. അവസാനം അധ്വാനത്തിന് ഫലം കണ്ടല്ലോ. അയ്യേ, ഈ മനുഷ്യൻ. നിനക്കിപ്പോ ഞാൻ എന്താ തരിക? ഫുഡ് വേണോ എനിക്ക്? എവിടെയെങ്കിലും പോണോ? അതോ എന്തേലും വേണോ? Just only one thing. എന്താ വേണ്ടേ? A long kiss, but deeper than this rain. ഒന്ന് കിസ് ചെയ്തതിന്റെ പ്രോഡക്റ്റ് ആണ് ഇപ്പൊ വയറ്റിൽ കിടക്കുന്നത്. It's okay, but we need more. Okay, so let's start.